ഗുരുതരമായ രാഷ്ട്രീയ നടപടിയാണ് ഇടതുപക്ഷ സർക്കാർ തീപ്പന്തം കൊണ്ടുള്ളൊരു കളിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നത്. ഇതെന്തിനാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ പോലീസിനെ കുറ്റപ്പെടുത്തുക. പോലീസിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് ഈ ഉത്തരവാദിത്വം. 2-3 സീറ്റിന് വേണ്ടി എന്ത് രാഷ്ട്രീയ ചറ്റത്തരവും കാണിക്കാൻ മടി കാണിക്കാത്ത ഒരു വിഭാഗമാണ് കോൺഗ്രസ്. എല്ലാം BJPക്ക് വേണ്ടി എന്നതാണ് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട്. നമസ്കാരം. 140 നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സ് എന്ന യാത്ര കൊണ്ട് എന്താണ് നേടിയത്? പ്രതിപക്ഷം പ്രതിഷേധമെന്ന കെണിയൊരുക്കിയപ്പോൾ അതിൽ വീണത് മുഖ്യമന്ത്രിയും CPM മാത്രമാണ്. പോലീസ് ഈ ദിവസങ്ങളിൽ നടപ്പാക്കിയത് ആരുടെ നിർദ്ദേശമാണ്? നവകേരള സദസ്സ് സർക്കാരിന് സമ്മാനിച്ചതെന്താണ്? സ്വാഗതം. സ്പെഷ്യലിസ്റ്റിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് നേതാവ് അനിൽ ബോസ്, CPM നേതാവ് പ്രകാശൻ മാസ്റ്റർ എന്നിവർ. ആദ്യ അനിൽ ബോസ്, ഈ നവകേരള യാത്ര തുടങ്ങി ഇന്ന് അവസാനിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ പ്രതിഷേധം ഒരു സമരമാണല്ലോ. ആ സമരത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? അതല്ല, ഈ കണ്ണൂരിൽ നിങ്ങളുടെ പ്രവർത്തകർക്ക് CPM പ്രവർത്തകരുടെ മർദ്ദനമേറ്റു, പോലീസ് പലയിടങ്ങളിലും മർദ്ദിച്ചു, അതിനുള്ള പ്രതിഷേധം മാത്രമാണോ നാം ഈ കണ്ടത്? അത് മാത്രമല്ലല്ലോ, കേരളത്തിലെ ജനങ്ങളോട് സർക്കാർ കാണിക്കുന്ന സമീപനങ്ങൾക്ക് എല്ലാവരും എതിരാണ്. ഞങ്ങൾ മാത്രമല്ല എതിര്, കോൺഗ്രസ്സുകാരോ ഐക്യ ജനാധിപത്യ മുന്നണിക്കാരോ മാത്രമാണോ എതിര്? കേരളത്തിൽ ഈ മുന്നണിക്ക്, ഇടതുപക്ഷ മുന്നണിക്കൊപ്പമുള്ള ആളുകൾ വരെ ഇവർക്കെതിരല്ലേ? CPMലെ ജനനന്മ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവർക്കെതിരല്ലേ? അല്ലെന്നാണോ അജിംസിൻ്റെ വിലയിരുത്തൽ? മാധ്യമപ്രവർത്തകർ, നിങ്ങളിൽ സത്യസന്ധമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും ഇവർക്കെതിരല്ലേ? മാധ്യമപ്രവർത്തകർക്കെതിരെ അടക്കം കേസെടുക്കുന്ന ഒരു കോൺഗ്രസ്സുകാരായതുകൊണ്ടാണോ? പ്രതിഷേധങ്ങളെ ജനാധിപത്യ മാർഗത്തിൽ കാണേണ്ടതിന് പകരം ഒരു പോലീസിൻ്റെ അധികാരദണ്ഡ് ഉപയോഗിച്ച് ഇത്തരം അക്രമങ്ങൾ, ഈ കേരളത്തിലെ ജനങ്ങളല്ലേ ഇവർ, പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവരാകട്ടെ അനുഭാവികളാകട്ടെ, വഴിയോരത്ത് കറുപ്പണിഞ്ഞൊരു സാധാരണ മനുഷ്യന് നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥ, അവരെ വണ്ടിയെ കയറ്റി കൊണ്ടുപോകുന്ന അവസ്ഥ. ഇവിടെ നടക്കുന്നത് പോലീസ് രാജോ ഗുണ്ടാ രാജോ? ഇവിടെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ഗുണ്ടാപ്പടയുടെ തലവനോ? അദ്ദേഹം ഇപ്പോൾ ഉപയോഗിച്ചൊരു വാക്ക് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയ ചറ്റത്തരത്തിൻ്റെ പര്യായം ഏതെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ എന്ന് എഴുതേണ്ടി വരുന്ന ദിവസങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അജിംസെ, അത്രയും വൃത്തികെട്ട, നീതിമാനല്ലാത്ത, ജനാധിപത്യ ബോധം തൊട്ടുതീണ്ടിയില്ലാത്ത, രാഷ്ട്രീയ സംസ്കാരം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഒരാളാണ് ഈ സാംസ്കാരിക കേരളത്തിലെ മുഖ്യമന്ത്രി. അനുദിനം ഈ കേരളത്തിലെ മുഴുവൻ നയങ്ങളെയും സമീപനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പോകുന്നത്. ഇവിടെ ആർക്കും നവകേരളമൊന്നും വേണ്ട, ഇവിടെ പഴയ കേരളം മതി. ഇവിടെ രാഷ്ട്രീയ എതിരാളികളായ EMS മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ടല്ലോ, സഖാവ് നയനാർ, PK വാസുദേവൻ നായർ, അച്യുതമേനോൻ അടക്കമുള്ളവർ മുഖ്യമന്ത്രി ആയിട്ടില്ലേ? എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ഇത്രയും നാണം കെട്ട നികൃഷ്ടനായ ഒരു ജീവി കേരളത്തിലെ മുഖ്യമന്ത്രിയായി കാണുമ്പോൾ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും പ്രതിഷേധിക്കുവാൻ ജിംസെ ഇന്ന് കണ്ടത് എന്താ? ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടതെന്താ? നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങളെല്ലാവരും ആ സമരത്തിൽ പങ്കെടുത്തവരാണല്ലോ. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയുള്ളതാണോ ഇന്ന് കേരളം കണ്ടത്? ഒരു പ്രതിപക്ഷ സമരം ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പോലെ ഉള്ള അധികാരം കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് 1 മിനിറ്റ് പിന്നീട് മുമ്പ് ശല്യാക്രമണമല്ലായിരുന്നു, ഭീകരവാദികളെ നേരിടുന്നത് പോലെയല്ലേ കേരളത്തിലെ പോലീസ് യാതൊരു പ്രകോപനവുമില്ലാതെ ഈ കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിഷേധ സമരവുമായി കടന്നു വന്നവരെ ആക്രമിച്ചത്? ഇത് നീതിയാണോ? ഇത് മര്യാദയാണോ? ഇത് നല്ല ഒരു ജനകീയ ഭരണാധികാരിക്ക് ചേർന്ന നടപടിയാണോ? നേതാക്കൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രവർത്തകർ കല്ലെറിയുന്ന ദൃശ്യവും നാം കണ്ടതാണ്. ഇല്ലില്ല, പ്രവർത്തകർ ആ സമയം കല്ലെറിഞ്ഞിട്ടില്ല. ഞാനുണ്ടായിരുന്നല്ലോ, ഞാൻ ആ വേദിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ ആ സമരം നടക്കുമ്പോൾ, ഈ ജലപീരങ്കി പ്രയോഗം നടക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ആളാണ്, അതിനിരയായ ഒരാളാണ്. അവിടെ അപ്പോഴൊന്നും ഒരാളും ചെയ്തില്ല. സാധാരണ ചെയ്യുന്നത് എന്താ? സാധാരണ കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും CPM പ്രവർത്തകരാണെങ്കിലും മാർച്ച് നടത്തുമ്പോൾ, അത് സർക്കാർ ഓഫീസിലേക്കാണെങ്കിലും സെക്രട്ടേറിയറ്റിലേക്കാണെങ്കിലും പോലീസ് ആസ്ഥാനത്തേക്കാണെങ്കിലും മാർച്ച് നടത്തുമ്പോൾ ബാരിക്കേഡ് വെച്ച് ഒരു തടയും. ആ തടയുന്ന സ്ഥലത്ത് ആളുകൾ നിന്ന് ആ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ ഉണ്ടാവും, മുദ്രാവാക്യം വിളികൾ ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവം, അതിന് വേണ്ടി ഇത്രയും ഭീകരമായ ഒരു ആക്രമണം പോലീസ് നടത്തേണ്ടിയിരുന്നോ? പോലീസിന് ഫോഴ്സ് ഇല്ലെങ്കിൽ അതിന് മറ്റു മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്.
ഈ കാണിച്ചത് മുഴുവൻ ശുദ്ധ വിവരക്കേടാണ്, ശുദ്ധ മര്യാദകേടാണ്, രാഷ്ട്രീയ രാജ്, CPM-ന്റെ നേതൃത്വത്തിൽ ഗുണ്ടരാജാണ്. ഇത് കേരളത്തിൽ ജനങ്ങൾ അനുവദിക്കില്ല. ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒരു തർക്കവും വേണ്ട. അതായത് എൻ്റെ ചോദ്യം ഇതായിരുന്നു അനിൽ ബോസ്. അതായത് നിങ്ങളുടെ പ്രതിഷേധം ഈ പോലീസ് ഗുണ്ടാരാജിനെതിരെയാണോ അതല്ല മുഖ്യമന്ത്രിയുടെ ഭരണ സമീപനങ്ങൾക്കെതിരെയാണോ? അതിനൊരു വ്യക്തത വേണ്ടേ? അല്ല, വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളിലും ഈ സർക്കാർ പരാജയമാണ്. സർവത്ര അഴിമതിയാണ്. അഴിമതി ഔദ്യോഗികവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അതിനെതിരായി സമരം നടത്തുമ്പോൾ ആ ജനകീയ പ്രശ്നങ്ങളെ മറന്നുകൊണ്ട് നടത്തുന്ന നവകേരള സദസ് എന്ന് പറയുന്ന മാമാങ്കത്തെ, രാഷ്ട്രീയ മാമാങ്കത്തെ, ഫണ്ട് സമാഹരണ പരിപാടിയെ, സാമുദായിക ധ്രുവീകരണത്തിന് വേണ്ടി നടത്തുന്ന പരിപാടിയെ ഒരു പൊതു അജണ്ട ഇല്ലാതെ, പൊതുജനങ്ങളെ സഹായിക്കാനുള്ള നടപടികളില്ലാതെ നടത്തുന്ന നടപടിയെ ജനങ്ങൾ എതിർക്കും. അതിന് പ്രതിഷേധം ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഈ നിലയിലേക്ക് മാറ്റിയതാരാ? കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയല്ലേ? ഒരു പ്രതിഷേധം ഗവൺമെന്റിന്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരെ ഉണ്ടായാൽ ചെടിച്ചട്ടിക്കൊണ്ട് തലയടിക്കുന്നതാണ് ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തിന് ഭൂഷണമാണോ? അപ്പോൾ സമരത്തിന്റെ രീതി മാറ്റാൻ കാരണമാരാ? അധികാരത്തിലിരുന്നു കൊണ്ട് ജനങ്ങളെ ഒന്നായി കാണേണ്ട ഒരു സർക്കാർ, പ്രതിഷേധത്തെ പോസിറ്റീവായി കണ്ട് തിരുത്തേണ്ട ഒരു സർക്കാർ അതിന് തയ്യാറാകാതെ വന്നാൽ സമരത്തിന്റെ രൂപവും ഭാവവും മാറും. അതിന് ഉത്തരവാദി, ഒന്നാം പ്രതി, ഈ ഗുണ്ടായിസത്തിന്, അക്രമ രാഷ്ട്രീയത്തിന്, ജനങ്ങളോടുള്ള അവഹേളനയ്ക്ക് ഒന്നാം പ്രതി സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായിസം നടത്തുന്ന പിണറായി വിജയനാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നവകേരള സദസ് കൊണ്ടൊന്നും ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായിട്ടില്ല. CPM-ന് ഫണ്ട് ഉണ്ടായിട്ടുണ്ടാവും, അനധികൃതമായ ഉദ്യോഗസ്ഥന്മാർക്ക് പണസമ്പാദനത്തിനുള്ള മാർഗമുണ്ടായിട്ടുണ്ടാവും. ജനങ്ങളുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടില്ല എന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വിവരാവകാശ നിയമങ്ങളിലൂടെ രേഖകൾ പുറത്തു വരുന്ന സമയമാണ്. പക്ഷേ ഈ പ്രതിഷേധം ഈ ഗവൺമെന്റിനെതിരായ വലിയ പോരാട്ടങ്ങൾക്ക് വഴി തുറക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അനിൽ ബോസ്, ഒറ്റ കാര്യം കൂടി, ഇത് സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായ പ്രതിഷേധമാണെന്ന് നിങ്ങൾ ഒരു വശത്ത് പറയുന്നു. അതേസമയം തന്നെ ഈ യാത്ര തുടരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആ പ്രതിഷേധം ഉണ്ടായില്ല. എവിടെ നിന്നാണ് പ്രതിഷേധം വരുന്നത്? കണ്ണൂരിൽ നിങ്ങളുടെ പ്രവർത്തകരെ DYFI പ്രവർത്തകർ ആക്രമിക്കുന്നു. ഇവിടെ ഒരു കുഴപ്പം, നിങ്ങൾ പറയുന്നു സംസ്ഥാനത്തെ ജനങ്ങൾ മുഴുവൻ ഈ സർക്കാരിനെതിരാണ്, മുഖ്യമന്ത്രിക്കെതിരാണ്, ഇവരുടെ ഭരണ നയങ്ങളോട് ജനങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്, പ്രതിഷേധമുണ്ട് എന്ന് പറയുന്നു. ആ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ വരണ്ടേ? നിങ്ങളുടെ പ്രവർത്തകർ സമരം ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾ ഈ ജനങ്ങളെ സംഘടിപ്പിച്ച് ഒരു സമരത്തിലേക്ക് നീങ്ങുമോ? അല്ല, ഞങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ച് തന്നെയാണല്ലോ എല്ലാ പ്രതിഷേധവും നടത്തിയത്. നിങ്ങൾ കണ്ടില്ലേ, സെക്രട്ടേറിയറ്റിൽ UDF-ന്റെ നേതൃത്വം എത്ര പ്രാവശ്യം സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിക്കുന്ന സമരം നിങ്ങൾ കണ്ടില്ലേ? എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സമരങ്ങൾ കണ്ടില്ലേ? കേരളത്തിൽ നവകേരള സദസ് എന്ന് പറയുന്ന തട്ടിപ്പ് പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന UDF-ന്റെ കുറ്റവിചാരണ സദസ്സുകൾ നിങ്ങൾ കാണുന്നില്ലേ? വൻ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രതിഷേധങ്ങളല്ലേ നടക്കുന്നത്? ഞങ്ങൾ മുഖ്യമന്ത്രിയെ തടയാൻ പാർട്ടി ആഹ്വാനം ചെയ്തോ? KPCC അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്തോ? ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്തില്ലല്ലോ. ഗവൺമെന്റ് തെറ്റായ സമീപനങ്ങൾക്കെതിരെ വിദ്യാർത്ഥി യോജന നേതാക്കൾ പ്രതിഷേധിച്ചു. അവരോട് ഗവൺമെന്റ് കാണിച്ച സമീപനം എന്താ? പ്രതിഷേധങ്ങളെ പോസിറ്റീവായി കാണേണ്ട ഒരു ഭരണാധികാരി അവരെ ആക്രമിക്കുന്നതിന് വേണ്ടി തൻ്റെ പാർട്ടിയിലെ ഗുണ്ടകളെ, കൊട്ടേഷൻ മാഫിയ സംഘങ്ങളെ ഇറക്കി വിട്ടതിന് ശേഷം അവരെല്ലാം നടത്തുന്ന ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ അതിനെ അതിൻ്റെതായ ഭാഷയിൽ നേരിടും. അതാണ് പിന്നീട് കൊല്ലത്ത് കണ്ടത്, കരുനാഗപ്പള്ളിയിൽ കണ്ടത്, ആറ്റിങ്ങൽ കണ്ടത്. അതിന് പോലീസ് കയ്യിലുണ്ട്. അതുകൊണ്ട് എല്ലാ കാലത്തും ഞാൻ രാജാവായിട്ടിരിക്കും എന്ന് പിണറായി വിജയനും കൂട്ടർക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM-ന്റെ പ്രതിനിധിക്കടക്കം വ്യാമോഹം ഉണ്ടെങ്കിൽ അത് വേണ്ട, നമുക്ക് കാണാം കളത്തിൽ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ പ്രകാശ് മാസ്റ്റർ, ഈ 140 മണ്ഡലങ്ങളിലൂടെ നടത്തിയ ഈ യാത്ര ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും ആശയങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നായിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്നാണ് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചതിനെക്കുറിച്ച്. യഥാർത്ഥത്തിൽ ഈ യാത്ര തുടങ്ങി അവസാനിക്കുമ്പോൾ സർക്കാർ എന്ത് നേടിയെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ കേരളത്തിൻ്റെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു നൂതനമായ അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് 36 ദിവസക്കാലമുള്ള ഒരു ക്യാബിനറ്റിൻ്റെ പൂർണ്ണമായ ജനങ്ങൾക്കിടയിലുള്ള ഈ യാത്ര നേടിയ നേട്ടം. ഇവിടെ ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മന്ത്രിസഭയാകെ ജനങ്ങളിലേക്ക് ചെന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക, അവരുടെ പരാതികൾ സ്വീകരിക്കുക, അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയുക, ഇത് ഒരു കാലത്തും നടന്നിട്ടില്ല. ഇപ്പം നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും 5 കൊല്ലക്കാലമുള്ള LDF ഗവൺമെൻറ്റിൻ്റെ ഭരണം. ആ ഭരണം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നു എന്ന് വിചാരിച്ച് മന്ത്രിമാരുടെ അടക്കം പേരുകൾ തീരുമാനിച്ചതാണല്ലോ UDF-ഉം കോൺഗ്രസും. എന്നാൽ അവർക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 5 കൊല്ലത്തെ ഭരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത നിലക്കുള്ള വികസന പ്രവർത്തനങ്ങൾ,
നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ, അവയെല്ലാം വഴി ജനങ്ങളുടെ മനസ്സാകെ ആകർഷിക്കാനും അതുവഴി ഒരു രണ്ടാം ഊഴം കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് LDFിൻ്റെ ഗവൺമെൻറ്റിന് നേടാനും വേണ്ടി കഴിഞ്ഞു. 2.5 കൊല്ലക്കാലം അതേ ഭരണം കുറെ കൂടി ശക്തമായ നിലക്ക് മുന്നോട്ടേക്ക് പോകുന്നു. ഇവിടെയും ഈ ഗവൺമെൻറ് ചെയ്യാൻ തീരുമാനിച്ചത് ജനങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയാനും പ്രതിപക്ഷത്തെ ഉൾപ്പെടെ സഹകരിപ്പിച്ചുകൊണ്ട് ഒരു ഔദ്യോഗിക പരിപാടിയാണ്. അതിൽ ഞങ്ങൾ സഹകരിക്കില്ല എന്ന് തീരുമാനിച്ചത് ആരാ? തീരുമാനിച്ച പ്രതിപക്ഷമാണ്. ഇവിടെ പ്രതിപക്ഷത്തിന് MLA-മാർക്ക് ഉൾപ്പെടെ അവരുടെ മണ്ഡലങ്ങൾ പങ്കെടുത്ത് അവരവർ ചെയ്ത കാര്യങ്ങൾ പറയാൻ അവസരം ഉണ്ടായിരുന്നല്ലോ. അത് കളഞ്ഞു കുളിച്ചിട്ട് അവർക്ക് ഒരു 2 ദിവസക്കാലം കൊണ്ട് തന്നെ ബോധ്യമായി ഇത് കേരളത്തിൽ ചരിത്രമാകാൻ പോവുകയാണ്. ഇന്ന് വരെ ഇത്രയേറെ ജനലക്ഷങ്ങൾ പങ്കെടുത്ത ഒരു പരിപാടി കേരളത്തിൽ ഉണ്ടായിട്ടേയില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ലക്ഷക്കണക്കിന് ആളുകളല്ലേ. ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഒരൊറ്റയാൾ പങ്കെടുക്കരുത്, മുഖ്യമന്ത്രിയുടെ കൂടെ ചായ കുടിക്കുന്നവനെ പുറത്താക്കും. ഇതെല്ലാം പറഞ്ഞിട്ടും ആയിരക്കണക്കിന് കോൺഗ്രസ്സുകാർ, 10,000-കണക്കിന് ആളുകൾ പരിപാടിക്കകത്ത് പങ്കെടുത്തു. ലീഗുകാർ പങ്കെടുത്തു. വലിയ നിലക്ക് 35,000, 40,000, 50,000 ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഓരോ മണ്ഡലത്തിലും. ഇത് അവരെ സംബന്ധിച്ച് വളരെ വളരെ പ്രയാസം ഉണ്ടാക്കി. ഇത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന അനുകൂലമായിട്ടുള്ള വികാരത്തെ എങ്ങനെയാണ് ചെറുക്കാൻ വേണ്ടി കഴിയുക, ഇതാണ് ആലോചിച്ചത്. പക്ഷേ ആദ്യ ദിവസം ഇറങ്ങിയപ്പോൾ തന്നെ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പുണ്ടായി. അതുകൊണ്ട് അവസാനിക്കുന്നവരെ കാത്തുനിന്നു. കൊല്ലത്തെത്തിയപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. ഈ ദിവസങ്ങൾ ഇതൊന്ന് കുഴപ്പമായി കളയാം എന്ന് വിചാരിച്ച് 40,000, 50,000 ആളുകൾ പങ്കെടുക്കുന്ന സ്ഥലത്ത് 50 പേര് പോയിട്ട് അവിടെ കൊടി കാണിച്ചിട്ട് അടി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ഒരുപാട് പ്രതിഷേധങ്ങൾ പങ്കെടുത്ത ആളുകൾ ഞങ്ങൾ. അന്ന് 100 സ്ഥലങ്ങളിൽ അത്തിച്ചാർജാണ്. ഞങ്ങളുടെ 1000 ആളുകൾ കേസാണ്. ഏതാണ്ട് 5000-ലേറെ ആളുകളെയാണല്ലോ കൽത്തൂങ്ങിൽ അടച്ചു തന്നത്. നിങ്ങൾക്ക് ഓർമ്മയുടെ ഇവിടെ മന്ത്രിമാരെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ പേരിൽ 5 പേരെ വെടിവെച്ച് കൊന്ന ഗവൺമെൻറ്റാണ് ഇവിടെ UDFിൻ്റെ ഗവൺമെൻറ്. ഒരാൾ ജീവശവമായിട്ട് ഇപ്പോഴും ജീവിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും അതുപോലെ ഈ കേസുകൾ നേരിടുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്കിപ്പോൾ കരിങ്കൊടി കാണിക്കാം, കേസുണ്ടാകാൻ പാടില്ല, അക്രമം നടത്താം, പോലീസ് ഇടപെടാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അവരുദ്ദേശിച്ച ഒറ്റ കാര്യമാണ്, ഇവിടെ നവകേരള സദസ്സിൻ്റെ വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കണം. ചർച്ച ചെയ്യേണ്ടത് അക്രമമാവണം. അതിനുള്ള ശ്രമമാണല്ലോ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ നവകേരള പരിപാടിയിൽ ഞാൻ ചോദിക്കട്ടെ, 50,000 പേർ അണിനിരക്കുന്ന ഒരു പരിപാടിയിൽ 50 പേർ വന്ന് കുഴപ്പമുണ്ടാക്കുന്നു, അപ്പോൾ അവിടെ പോലീസ് ഇടപെടുന്നു എന്നാണ് നിങ്ങൾ വിശദീകരണം. അപ്പോൾ പ്രകാശ് മാസ്റ്റർ സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായത്, ഒന്ന്, ഈ സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ അങ്ങനെ പ്രതിഷേധമൊന്നുമില്ല. ജനങ്ങൾ ഈ സർക്കാരിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇനി അങ്ങനെ ഒരു പ്രതിഷേധവും ഭരണകൂടത്തിനെതിരെ ഇല്ല. ഒരു നിമിഷം, ഈ 50 പേർ ഈ കരിങ്കൊടിയുമായി വന്ന് 50,000 പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ കരിങ്കൊടി കാണിക്കുന്നതാണ് പ്രശ്നം. ഇതാണോ നമ്മൾ ഇത്രയും ദിവസം കണ്ടത്? ഈ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് വിശദീകരിച്ച ആ ദൃശ്യമൊക്കെ അങ്ങേക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ചെടിച്ചട്ടി എടുത്തും ഹെൽമെറ്റ് വെച്ചും ആളുടെ തലതല്ലി പൊളിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ പുറത്തിറങ്ങി ആളുകളെ മർദ്ദിക്കുന്നത്, ഇന്ന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് കേസെടുക്കണമെന്ന്. ഇതൊക്കെ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പാണ് എന്നാണ് വിശദീകരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ മന്ത്രിമാർക്കും ഗവൺമെൻറ്റിനെതിരായിട്ട് സമരം ആദ്യമായിട്ടല്ലല്ലോ നടക്കുന്നത്. ഒരുപാട് സമരങ്ങൾ പങ്കെടുത്തവരാണല്ലോ ഞങ്ങളെല്ലാം ഇവിടെ പ്രതിഷേധത്തിന് പോകുമ്പോൾ ഉടനെ പൂമാലയിട്ട് സ്വീകരിച്ച് കൊണ്ടുപോയി ചായയും കാപ്പിയൊക്കെ തന്ന് പറഞ്ഞേക്കായിരുന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭരിച്ച 5 കൊല്ലക്കാലം എത്രയാണ് ഇവിടെ ഈ കേരളത്തിനകത്ത് വെടിവെപ്പ്, എത്രയാണ് ലാത്തി ചാർജ്, എത്ര പേർക്കെതിരെയാണ് കള്ളക്കേസുകളും അറസ്റ്റും? നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ? പാർട്ടി പ്രവർത്തകർ ചെടിച്ചട്ടി എടുത്ത് തലതല്ലി പൊളിക്കുക, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ആളെ മർദ്ദിക്കുക, ഇതേക്കുറിച്ചൊക്കെയാണ് എന്റെ ചോദ്യം. അല്ല, അത് നിങ്ങൾ ഒറ്റപ്പെട്ട സംഭവത്തെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന കേട്ടാൽ വിചാരിക്കും 36 ദിവസമായിട്ട് ചെടിച്ചട്ടിയോട് അടിക്കുകയാണ്. ആണോ? അല്ല, 36 ദിവസം ചെടിച്ചട്ടി കൊണ്ട് അടിക്കുന്നു, മറുവശത്ത് തല്ലി കനാലിലേക്ക് ഇടുന്നു, ഒരു വശത്ത് ചെടിച്ചട്ടിക്ക് അടിക്കുന്നു, മറുവശത്ത് തല്ലി കനാലിലേക്ക് ഇടാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് പല വ്യത്യസ്തതയുണ്ട്, അതിൽ ഒരുപോലെയല്ല. ഞാൻ പറയാം, ഉണ്ടായ സംഭവങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന കണ്ണൂരുണ്ടായ സംഭവം, ആ സംഭവത്തെ ഇപ്പോൾ ആരെങ്കിലും ന്യായീകരിച്ചിട്ടുണ്ടോ? അതിൽ പോയി പെട്ടിരിക്കുന്ന ആളുകൾ എത്ര ദിവസക്കാലമായി ഇവിടെ അതിന് രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നിങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞ് അല്ല, ഞാൻ പറയാം, നിങ്ങൾ കേട്ടില്ലല്ലേ ഉള്ളൂ, കണ്ട ഞങ്ങൾ പറയാം. യഥാർത്ഥ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? അന്ന് ഈ സംഭവത്തിലേക്ക് വന്നിരിക്കുന്ന ആളുകളെ പോലീസ് രക്ഷിക്കുകയായിരുന്നു, ആ രക്ഷാപ്രവർത്തനമായിരുന്നു. എന്താ സംശയം?
ഒരു ജനക്കൂട്ടമാകെ 4 പേരെ ആക്രമിക്കാൻ തുടങ്ങിയാൽ അവർ ചത്തുപോകും. കള്ളത്തരമായി പോലീസുകാരെ പിടിച്ചു മാറ്റിയാൽ പോലീസ് പിടിച്ചു മാറ്റിയതിനെ കുറിച്ച് അല്ല എന്റെ ചോദ്യം. മുഖ്യമന്ത്രിയുടെ കൂടെ അല്ല, ഒരു പ്രതിഷേധക്കാരെ പോലീസ് നേരിടുന്നതിനെ കുറിച്ച് അല്ല എന്റെ ചോദ്യം. നിങ്ങളുടെ പാർട്ടിക്കാർ പ്രതിഷേധക്കാരെ തല്ലുന്ന ദൃശ്യം എന്താ ഇപ്പൊ നമുക്ക് കണ്ടോണ്ടിരിക്കുകയാണ്. പോലീസ് നേരിടുന്നതിനെ പറ്റി അല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയും. നിങ്ങൾ ആടിനെ പട്ടിയാക്കാൻ ശ്രമിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് പാർട്ടിക്കാർ അക്രമിച്ചതിനെ സംബന്ധിച്ചല്ല, പോലീസുകാർ പിടിച്ചു മാറ്റിയതിനെ സംബന്ധിച്ചാണ്. അത് രക്ഷാപ്രവർത്തനമാണ്. കണ്ടവർക്കറിയാമത്. കണ്ണൂരിൽ നടന്ന സംഭവത്തിൽ അന്ന് പോലീസുകാർ ഇവരെ പിടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇതൊരു സമരമുറയാണോ? ഓടുന്ന ബസ്സിന് മുമ്പേ 2 ആള് ഒരു കറുത്ത തുണി എടുത്തിട്ട് ചാടുക, അത് എപ്പോഴും കേരളത്തിൽ മുട്ടക്കകത്ത് മുളക് പൊടി എടുത്തിട്ട് പോലീസുകാർ ഭീകരമായിട്ട് ആക്രമിക്കുക. പ്രകാശ് മാസ്റ്റർ, ആന്റണിയുടെയും കരുണാകരന്റെയും കാലത്തൊക്കെ അന്നൊക്കെ അങ്ങ് DYFI പ്രവർത്തകനായിരിക്കുമല്ലോ. അങ്ങൊക്കെ എങ്ങനെയാണ് ഗവർണറുടെ കാലത്ത് അജിംസെ ഈ ഗവർണർക്കെതിരെ അത് ചോദിക്കാം ജിംസ്, ഈ ഗവർണർക്കെതിരെ ഇയാളെല്ലാം സംസാരിക്കുന്നെങ്കിൽ അയാൾ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞു, പ്രതിഷേധം നടത്താൻ ആളുകൾക്ക് അവകാശമുണ്ട്. നിങ്ങൾ ഒരു പരിപാടിയെ സംബന്ധിച്ച് ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു പ്രോഗ്രാം നടക്കുന്നു, ഇതൊരു പ്രചരണ പരിപാടിയല്ലേ? ആ പ്രചരണ പരിപാടി നടത്താൻ പാടില്ലെന്ന് പറയാൻ എന്താ അവകാശമുള്ളത്? ഭരിക്കുന്നൊരു ഗവൺമെൻറ് തങ്ങളുടെ ഭരണത്തെക്കുറിച്ച് ജനങ്ങളോട് പറയുന്നു, അത് പറയാൻ പാടില്ല. അവിടെ നിന്ന് പ്രതിഷേധ. നിങ്ങൾ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള പരിപാടി ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു, അതിന് പ്രവേശനം ഉണ്ടാവും. ഞാൻ ചോദിക്കും, 36 ദിവസക്കാലമായിട്ട് എന്താ മുദ്രാവാക്യം? ഇവിടെ പോലീസുകാർക്കെതിരെ വലിയ തല്ല് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് കേരളത്തിൽ എപ്പോഴെങ്കിലും പോലീസുകാർ 100 കണക്കിന് ആളുകളെ അടിക്കാതിരുന്നുണ്ടോ? ഇപ്പോൾ പോലീസുകാരെ പിടിച്ച് തല്ലുന്നു, പോലീസുകാരിൽ നിന്ന് ലാത്തി പിടിച്ചു വാങ്ങുന്നു, പോലീസുകാരെ ആക്രമിക്കുന്നു, പോലീസ് സ്റ്റേഷനകത്ത് കയറുന്നു. എന്തൊക്കെ ചെയ്യുന്നില്ല പോലീസ്? ഇതുപോലെ പോലീസ് സമയം കാണിച്ചൊരു കാലം എപ്പോഴെങ്കിലും ഉണ്ടോ? അല്ല, ഈ പോലീസിനെതിരെ ആളുകളാണോ നിങ്ങൾ? കഴിഞ്ഞ കൊല്ലം മുതൽ വരെ നടന്നില്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ മോചിപ്പിക്കുക, പോലീസിനെ തിരിച്ചടിക്കുക, ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരാണോ? ഞാൻ പറയുന്നത് നിങ്ങളിപ്പോ ആരെ പറ്റി പറയുന്നത്? ഗവൺമെന്റിനെ കുറിച്ചാണോ അല്ല എന്നെ കുറിച്ചാണോ? എന്റെ ക്വസ്റ്റ്യൻ മുഴുവൻ പോലീസിനെ കുറിച്ചല്ലെന്നേ. ഞാൻ ചോദിക്കുന്നത് പോലീസിനെ കുറിച്ചല്ല എന്റെ ചോദ്യം. ഒരു സമരത്തെ പോലീസ് നേരിടേണ്ടത് അവരുടെ ജോലിയാണ്. എന്റെ ചോദ്യം, നിങ്ങളുടെ പാർട്ടിക്കാർ ഈ സമരക്കാരെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് എന്റെ ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ആ 10,000 കണക്കിന് ജനങ്ങളുടെ സ്ഥലത്ത് വരുന്നു. ആ പാർട്ടിക്കാരാണ് നിങ്ങളാരാ പറഞ്ഞിരിക്കുന്നത്? ഗവൺമെന്റ് പ്രോഗ്രാം അല്ലേ? 10,000 കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്കകത്ത് നിങ്ങൾ വിചാരിച്ചു നോക്കൂ, 2 ആൾ വന്നിട്ട് എന്തെല്ലാം പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്നു. അതിനെ ജനം തടയില്ലേ? അങ്ങ് തടയാൻ പാടില്ലേ? അത് പാർട്ടിക്കാർ തീരുമാനിച്ചിട്ട് പാർട്ടിക്കാരടിക്കുന്ന എങ്ങനെയാ പറയുന്നത്? അത് പാർട്ടിയല്ല, ന്യായാണത്. നിങ്ങൾ നടത്തുന്നു. അപ്പൊ ആർക്കാർക്കും തടസ്സം? ഞാൻ പറയുന്നത് പാർട്ടി തീരുമാനിച്ചിട്ട് ആളുകളെ ഏൽപ്പിച്ച് തല്ലേണ്ട പ്രശ്നമില്ല അതിനകത്ത്. കാരണം ഈ ജാതിയെ രക്ഷിക്കാൻ വേണ്ടി പോലീസുണ്ട്. ഇത് ഗവൺമെൻറ് പരിപാടിയാണല്ലോ. അതുകൊണ്ട് അത് ചെയ്യാൻ ഇവിടെ പോലീസുണ്ട്. പോലീസ് അല്ലാതെ ആരെങ്കിലും ചെയ്താൽ അത് അക്രമമാണ്. അതിനെതിരെ കേസുണ്ടാവും. കൃത്യമായ കേസെടുത്തിട്ടുണ്ടല്ലോ എല്ലാ സംഭവത്തിലും. ഏത് സംഭവത്തിലാണ് കേസെടുക്കാതിരുന്നത്? നിങ്ങൾക്ക് ആവശ്യം ഈ നവകേരള സദസ്സിൻ്റെ പൊലിമ ഇല്ലാതാക്കുകയാണ്, അതിന് ശോഭ കെടുത്തുകയാണ്. അത് ചർച്ചയാവാതിരിക്കണം. അതിന് 10 പേര് മതി. 10 പേര് പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചർച്ച അതല്ലേ ആവുക? അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഗവൺമെൻറ് ഒരു മാസക്കാലത്തിലേറെ ജനങ്ങളെ കാണാൻ ഒരു ക്യാബിനറ്റ് ആകെ മുന്നോട്ടേക്ക് പോവുകയും ലക്ഷക്കണക്കിന് ആളുകൾ ആ പരിപാടിക്കകത്ത് എന്തെല്ലാം വിലക്കുണ്ടായിട്ടും പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവായ കാര്യത്തെ അല്ലേ കണ്ടത്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മീഡിയ 1 ഈ കഴിഞ്ഞ 36 ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും ഈ പറയുന്ന ജനങ്ങൾ ഈ ജാതിയോട് എടുക്കുന്ന നിലപാട്, സ്വീകരണ കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന വലിയ ആൾക്കൂട്ടം, ജനങ്ങൾ വലിയ ഹർഷാരവത്തോടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കുന്നത്, മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും പത്രസമ്മേളനമുണ്ടല്ലോ. നിങ്ങൾ ചർച്ച ചെയ്താകുന്ന ദിവസം നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് എന്താ ചർച്ച ചെയ്യാൻ ചോര തന്നെ പറഞ്ഞ പോലെ നവകേരള യാത്രയിൽ ചർച്ച ചെയ്യാൻ പാകത്തിന് എന്താണ് ഉണ്ടായത്? അതൊന്ന് പറയാമോ? എന്താണ് സംഭവിച്ചത്? നിങ്ങൾ പറഞ്ഞ പോലെ 10,000 കണക്കിന് 50,000 കണക്കിന് ആൾക്കാർ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അവർ വന്നു. ആ പരിപാടി ജനക്കൂട്ടത്തിന് കുറവൊന്നുമില്ല. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി, ഒരു നിമിഷം, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ജനക്കൂട്ടം ഉണ്ടാവുക എന്നുള്ള സ്വാഭാവികമാണ്. ജനക്കൂട്ടം വരും. പ്രത്യേകിച്ചും CPM പോലെ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനക്കൂട്ടം ഉണ്ടാവും. അതിനപ്പുറം ഈ നവകേരള യാത്ര മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ് ചർച്ച ചെയ്യാൻ? ഉറപ്പിച്ച് പറയാം, കേരളത്തിൽ ഓരോ മുഖ്യമന്ത്രി
ഞാൻ പറയാം, കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും ഇത്രയേറെ ജനക്കൂട്ടത്തെ ആകർഷിച്ചിട്ടില്ല, ഉറപ്പിച്ചു പറയാൻ കഴിയും. അപ്പോൾ ഞങ്ങളൊക്കെ ഈ രാഷ്ട്രീയ രംഗത്ത് നൂറ്റാണ്ട് കാലം ഇവിടെ നിൽക്കുന്നതാണല്ലോ. 1,00,000 ആളുകൾ ഒരു മണ്ഡലത്തിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇന്നുവരെ പങ്കെടുത്തിട്ടില്ല. എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. നിങ്ങൾക്ക് അത് അലോസരം ഉണ്ടാക്കും. പിന്നെ എന്താണ് പരിപാടി? ഓരോ ദിവസം വരുന്ന പ്രശ്നങ്ങൾക്ക് മുഖ്യമന്ത്രി അവിടെ മറുപടി പറയുന്നുണ്ട്, എന്തു ചെയ്യുമെന്ന് പറയുന്നുണ്ട്, എന്തെല്ലാം പുതിയ കാര്യങ്ങൾ ഇവിടെ ഈ വന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ എല്ലാ പ്രഭാത യോഗത്തിലും. എന്താ നിങ്ങൾക്ക് വാർത്തയാവുന്നില്ല? ഓരോ യോഗത്തിലും അവിടെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിൽ ഇന്ന കാര്യം ചെയ്യും, ഇന്ന കാര്യത്തിൽ നിലീതാണ്, അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ. എല്ലാം പുതിയ കാര്യങ്ങളാണല്ലോ. അദ്ദേഹത്തിന് പത്രസമ്മേളനം ഓരോ ജില്ലയിലും ചെല്ലുമ്പോൾ അവിടുത്തെ കാര്യം കൃത്യമായി പറയുന്നു, ഇന്ന കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നു. ഈ പ്രഭാതപക്ഷത്തിൽ പ്രഭാതപക്ഷത്തിൽ ക്ഷണിക്കപ്പെടുന്ന പൗരപ്രമുഖരുമായുള്ള ആശയ സംവാദം അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് അവിടെ മാധ്യമങ്ങൾക്ക് പ്രവേശനമുണ്ടോ? അല്ല, പൗരപ്രമുഖരാണ് നിങ്ങൾ ആര് പറഞ്ഞു? അല്ല, whoever it is, നിങ്ങൾ ക്ഷണിക്കുന്ന ആളുകൾ, ക്ഷണിതാക്കളായ ആളുകൾ. ആ യോഗത്തിനകത്ത് എല്ലാവരും ഉണ്ടല്ലോ. ഞങ്ങൾ ക്ഷണിതാക്കൾ, അത് പറഞ്ഞാൽ മനസ്സിലാവും. എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തുറയിലുമുള്ള ക്ഷണിതാക്കൾ. ആ ക്ഷണിതാക്കളുടെ യോഗം കഴിഞ്ഞ ഉടനെ നിങ്ങളെ കാണുന്നുണ്ട് മുഖ്യമന്ത്രി, മാധ്യമപ്രവർത്തകരെ എല്ലാ ദിവസവും നിങ്ങളോട് പറയുന്നുണ്ട് എന്താ ഇവിടെ വന്ന പ്രശ്നം. നിങ്ങൾക്കത് വാർത്തയല്ല, നിങ്ങൾ അടിക്കാത്തുകാണ്. വൈകുന്നേരം ആവട്ടെ 4 യൂത്ത് കോൺഗ്രസ് വരും, ഒരു അടിയുണ്ടാക്കും, അതിനെ പറ്റി ചർച്ച. വൈകുന്നേരം വരെ ക്ഷണിതാക്കളുമായുള്ള ആശയ സംവാദത്തിന് ശേഷം സർക്കാരിന്റെ ആശയ സംവാദം, പുതിയ ആശയങ്ങൾ കേൾക്കുക, സംസ്ഥാനത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞതിൽ. ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന എന്തെങ്കിലും പ്രശ്നത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിച്ചോ? സംസ്ഥാനത്ത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണ് മുഖ്യമന്ത്രിക്ക് അഭിപ്രായമുണ്ടോ? അല്ല, സംസ്ഥാനത്തുള്ള വികസനവുമായി ബന്ധപ്പെട്ടതും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന ശത്രുതാപരമായ നിലപാട്, കേരളത്തിൻ്റെ സാമ്പത്തിക നില, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ പദ്ധതികൾ, ഇതിലേതാ പറയാതിരുന്നത്? ഇപ്പോൾ ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞല്ലോ ദേശീയപാത വികസനം ചെലവഴിച്ച സംഖ്യ, LPG ഇമ്പോർട്ട് ടെർമിനൽ വന്നിരിക്കുന്ന കാര്യം, വിഴിഞ്ഞം തുറമുഖം 2024 പൂർത്തീകരിക്കുമെന്ന കാര്യം, ഡിജിറ്റൽ സയൻസ് പാർക്ക് വരുന്ന കാര്യം, കേരള സ്പേസ് പാർക്ക് പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു, അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തെ സംബന്ധിച്ച് പറഞ്ഞു, 100,000 പേർക്ക് ജോലി കൊടുക്കുന്ന കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയെ സംബന്ധിച്ച് ഇന്ന് രാവിലെ പറഞ്ഞല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, കൊച്ചി, കോയമ്പത്തൂർ ഈ വ്യവസായ ഇടനാഴികളൊക്കെ എത്ര വർഷമായി സർക്കാരിന്റെ LDFന്റെ പ്രകടനപത്രത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് അറിയാം. അത് പറഞ്ഞിട്ടുണ്ട്, അത് നടപ്പായി കഴിഞ്ഞാൽ ചിലപ്പോൾ മാധ്യമങ്ങൾ ഡിസ്കസ് ചെയ്തേക്കും. 7 വർഷമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഈ ഇടനാഴി. തോമസ് ഐസക് തന്നെ അദ്ദേഹത്തിന്റെ ബജറ്റിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? 7 വർഷമൊന്നും ആയിട്ടില്ല. തോമസ് ഐസക്കിന്റെ എത്ര ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ വ്യവസായ ഇടനാഴി? ഇതുവരെ യാഥാർത്ഥ്യമായിട്ടുണ്ടോ? ഇത് പറയുന്നത് ചർച്ച ചെയ്തില്ല എന്നാണല്ലോ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ 5 കൊല്ലം MLA ആണ്. ഞാൻ 5 കൊല്ലം MLA ആണെന്ന് നിങ്ങൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോല്ല നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഞാൻ 5 കൊല്ലം MLA ആണ്. എല്ലാ ബജറ്റ് അവതരിപ്പിക്കാൻ ഞാൻ സാഹസിലുണ്ട്. ഞാൻ അവിടുത്തെ എല്ലാ ബജറ്റിൻ്റെ ചർച്ചയിലും പങ്കെടുത്തിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഈ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം വെറുതെ എന്തെങ്കിലും പറയരുത്. വ്യവസായ ഇടനാഴി എന്ന വാക്ക് LDFന്റെ എത്ര പ്രകടന പത്രികയിലുണ്ടെന്ന് വായിച്ചു നോക്കൂ പ്ലീസ്. നിങ്ങൾക്ക് എത്ര ബജറ്റിൽ അതേക്കുറിച്ചുള്ള പ്രൊപ്പോസൽ ഞാൻ പറയട്ടെ ആയിക്കോട്ടെ, നോക്കിക്കോളാം, ഞാൻ നോക്കിയിട്ട് പഠിച്ചോളാം. ഞാൻ പറഞ്ഞത് ഒരു ദിവസം ഏതാണ്ട് 2 ലക്ഷം 2.5 ലക്ഷം ആളുകൾ വന്ന വിഷയം നിങ്ങൾക്ക് പ്രശ്നമല്ല. 10 ആൾ വന്നിട്ട് അടി വാങ്ങിച്ചത് അത് വലിയ വിഷയം. അത് നിരന്തരമായ ചർച്ച, അതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ, അതിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് നിങ്ങൾക്ക് ചർച്ച. 2.5 ലക്ഷം ജനങ്ങൾ പ്രശ്നമേ അല്ല. 15 ആൾ അത് മഹാപ്രശ്നം. അവർ അടി വാങ്ങാൻ വന്നവരാണ്, തല്ലിപ്പുഴ പിരിക്കാൻ വേണ്ടി വന്നവരാണ്. അങ്ങനെ തല്ലി പിരിച്ചാൽ അവരുടെ കൈ ഞൊടിച്ചു കളഞ്ഞു, അവരുടെ പോലീസ് തള്ളിക്കളഞ്ഞു, തള്ളും പൊരുത്തൻ ഓടയിൽ വീണു. നിങ്ങൾക്ക് ഇതല്ലേ ചർച്ച? ഇതാണോ കേരളത്തിൻ്റെ വിഷയം? കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന ശത്രുത, 18 UDF MLA ഈ ശത്രുതയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന കാര്യം, അതല്ലല്ലേ ഈ സഭക്ക് ഈ നവകേരള സദസ്സ് ഉന്നയിച്ചത്? നിങ്ങൾക്ക് ചർച്ചയുണ്ടോ കാര്യത്തെ കുറിച്ച്? അത്തരം കാര്യങ്ങൾ ഉന്നയിക്കാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വേദി ഉണ്ടായോ? ഇവിടെ കേന്ദ്ര നാട്ടുകാർക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം നാട്ടുകാർക്ക് മനസ്സിലാവും. അനിൽ ബോസ്, അതെ, നിങ്ങളിപ്പോ 36 ദിവസമായല്ലോ ഈ വിഷയം തന്നെ ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാം നാട്ടുകാർക്ക് മനസ്സിലാവും. ഇവിടെ എത്ര ഗുരുതരമായ സംഭവം നടന്നു ഈ കഴിഞ്ഞ 10-30 ദിവസമായിട്ട്. നിങ്ങൾക്ക് ആ വിഷയങ്ങൾ ചർച്ചയാണ്. നിങ്ങൾക്ക് 10 കേസുകാർ അവരതുകൊണ്ട് അവിടെ വരുന്നത് ചർച്ചയാക്കാനാ. ഓരോ മണ്ഡലത്തിലും 10,000 മുതൽ 50,000 വരെ ആളുകൾ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അനിൽ ബോസ്, അത് അത്രയും ജനപങ്കാളിത്തം
മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഉണ്ടാവുന്നത് ജനങ്ങൾ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതാണ് ഒന്ന്. രണ്ട്, ഈ ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കെതിരെ അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയുക, ജനങ്ങളോട് പറയുക, എന്തുകൊണ്ട് സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന്, അല്ലെങ്കിൽ വലിയ പ്രൊജക്റ്റുകൾ നടപ്പാക്കാൻ കഴിയാതെ പോകുന്നു എന്ന് ജനങ്ങളോട് വിശദീകരിക്കുക. അത് മുഖ്യമന്ത്രിയുടെ ബാധ്യതയല്ലേ? അതുകൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ഇത്ര വലിയ ജനസാന്നിധ്യം? ഒന്ന്, അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിന് മറുപടി പറയാം. ഇവിടെ ഈ ചർച്ചയിലിരുന്നു കൊണ്ട് ഇത്രയും പച്ചക്കള്ളം മുഖ്യമന്ത്രി പറഞ്ഞത് പോലീസുകാർ ജീവൻ രക്ഷിക്കുന്നതിനെ കുറിച്ചാണെന്ന് പറയാൻ നാണമില്ലാത്തൊരു മനുഷ്യനാണല്ലോ ഈ MLA ആയിട്ടിരുന്നയാൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെല്ലാം പൊട്ടന്മാരാണെന്നാണോ ഇദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നത്? അങ്ങനെയാണോ? ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി പോലീസിനെ ഉപയോഗിച്ചൊരു സമരക്കാരെ നേരിട്ടാൽ നമുക്ക് മനസ്സിലാവും. കേരളത്തിൽ അങ്ങനെ നിരവധിയായിട്ടുള്ള കാലങ്ങളിൽ ഗവൺമെൻറ്റുകൾ സർക്കാരിനെതിരെ വരുന്ന സമരങ്ങളിൽ ലാത്തിച്ചാർജ് നടന്നിട്ടുണ്ട്, ജലപീരങ്കി പ്രയോഗം നടന്നിട്ടുണ്ട്, ടിയർ ഗ്യാസ് പ്രയോഗം നടന്നിട്ടുണ്ട്. അതിനൊന്നും ഞാൻ എതിരല്ല. സമരം വഴിവിട്ട് പോകുമ്പോൾ അത്തരം കാര്യങ്ങളുണ്ടാവും. അവിടെ CPM എന്ത് കാര്യം? അവിടെ DYFIയുടെ 4 ആംഗിട തെരുവ് ഗുണ്ടകൾക്ക് എന്ത് കാര്യം? സർക്കാർ അവർക്കെതിരെ എത്ര കേസെടുത്തു? ഈ കേരളം മുഴുവൻ നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ വന്ന സർക്കാരിന്റെ സ്പോൺസർഷിപ്പിൽ വന്ന DYFIയുടെ 4 ആംഗിട ഗുണ്ടകൾക്കെതിരെ എത്ര കേസെടുത്തു? അതാണ് ചോദ്യം. നീതി എല്ലാവർക്കും ഒരുപോലല്ലേ? പോലീസ് കേസെടുക്കട്ടെ, പോലീസ് അടിക്കട്ടെ, പോലീസ് പ്രതിരോധിക്കട്ടെ, ഗവൺമെന്റ് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ. അതാണോ ഇവിടെ നടന്നത്? അപ്പം അതെല്ലാം DYFIക്കാരൻ ചെയ്യുന്നതെല്ലാം ജീവൻ രക്ഷാപ്രവർത്തനമാണെന്ന് പറയുമ്പോൾ അതിനെപ്പോലും വളച്ചൊടിക്കാൻ യാതൊരു നാണവുമില്ലാതെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ കുറിച്ച് ഞാനെന്താ പറയേണ്ടത്? അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെ വികസനം ചർച്ച ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ്റിന് തെറി പറയാനാണെങ്കിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് എവിടെ പോയാൽ പറയേണ്ടത്? അജിംസ പറയേണ്ടത്? മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പോയി പറയണം. ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ 7 വർഷക്കാലത്തിനിടയിൽ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പോയി പങ്കെടുത്ത് കേന്ദ്ര ഗവൺമെന്റിനെ ഒരു അക്ഷരം ഉരിയാടിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചാലേ പോയി പറയാൻ പറ്റൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, വിളിക്കുന്നില്ലെങ്കിൽ അത് പ്രതിഷേധിക്കേണ്ടത് ആരാ? പ്രതിഷേധിച്ചോ? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നടത്തണമെന്ന് പറഞ്ഞു. ആ സമരം നടത്താൻ തയ്യാറാണെങ്കിൽ പ്രതിപക്ഷം സഹകരിക്കാമെന്ന് പറഞ്ഞു. ഇദ്ദേഹം സമരം നടത്താൻ തയ്യാറായോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ BJPക്കെതിരെ നേർയുദ്ധത്തിന് ഇദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? ഇദ്ദേഹത്തിന് കഴിയില്ല. കാരണം ഇദ്ദേഹത്തിനെതിരെയുള്ള ലാവ്ലിൻ മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ കേസുകളും തടയണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നും പറയാൻ കഴിയില്ല. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ ആയി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യനായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ചോദിക്കട്ടെ, സാധാരണപ്പെട്ട ഒരു ജനത്തിനെ അങ്ങ് വിട ജിംസേ. കോട്ടയം പാർലമെന്റ് അംഗം ഞങ്ങൾ ജയിപ്പിച്ച് ഞങ്ങളെ ഒറ്റുകൊടുത്ത് ഇവരോടൊപ്പം ചേർന്ന ആളല്ലേ തോമസ് ചാഴികാടൻ? പാലാ പോലൊരു സ്ഥലത്ത് ഇവരുടെ ഘടകകക്ഷിയായ ഒരു പാർട്ടിക്ക് സ്വാധീനമുണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ പ്രകടനപത്രയിൽ പറഞ്ഞ റബ്ബറിന്റെ വില 250 രൂപ ഇതുവരെ ആക്കിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ സമ്മേളനത്തിലെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല ചാഴികാടൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് ഞങ്ങളാണോ? പറ. CPMന്റെ പ്രകടനപത്രയിൽ പറഞ്ഞിട്ടുള്ള റബ്ബറിന്റെ താങ്ങുവില പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വാഗത പ്രസംഗത്തിൽ ഒരു വരി പരാമർശിച്ചപ്പോൾ ആ പാർലമെന്റ് അംഗത്തെ ആക്ഷേപിച്ചതാരാ? ഈ പരിപാടിയെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരണയില്ലെന്ന് പറഞ്ഞതാരാ? ഇത് ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാനല്ല, കേന്ദ്രത്തിനെതിരെ പ്രസംഗിക്കാൻ വേണ്ടിയുള്ള പ്രചരണ യോഗമാണ് എന്ന് പറഞ്ഞതാരാ? ഞങ്ങളാണോ? പിന്നെ ആര് കൂടുന്നു? എത്ര സ്ഥലത്താണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് നിർത്തിപ്പോയത്? കസേരയെ നോക്കി പ്രസംഗിക്കാൻ കഴിയാതെ ആളുകളെല്ലാം പുറത്ത് വരും എന്ന് പറഞ്ഞതല്ലാതെ വരാത്തപ്പോൾ വന്നിടത്തൊക്കെ എങ്ങനെയാ വന്നത്? തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുക, കുടുംബശ്രീ പെട്ട ആളുകളെ മീറ്റർമാരെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുക, സർക്കാരുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി ജോലി ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തുക, സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക. ഭീഷണിയുടെ സ്വരം ഉപയോഗിച്ചല്ല ഇവർ ഇത്ര ആളെ ഉണ്ടാക്കിയത്. അല്ല, ജനങ്ങൾ ഒഴുകിച്ചേർന്നാണ്. ജനങ്ങൾ ഒഴുകിച്ചേർന്നത് ജനം കണ്ടിട്ടുണ്ട്. കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ജനസമ്പർക്ക പരിപാടി, K. കരുണാകരൻ്റെ സ്പീഡ് പ്രോഗ്രാം പരിപാടി ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ജിംസെ, ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വന്നു, അവിടെ അപേക്ഷ കൊടുത്തു, അപേക്ഷയിൽ തീരുമാനങ്ങളുണ്ടായി. എന്താണ് അപേക്ഷ? കിട്ടാത്ത ആനുകൂല്യം കിട്ടുക മാത്രമല്ല അപേക്ഷ. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ, മന്ത്രിമാരെ കാണുമ്പോൾ ആളുകൾ ഉദ്ദേശിക്കുന്നത് കിട്ടാത്ത ആനുകൂല്യം കിട്ടുകയല്ല, കിട്ടുന്നതിന് തടസ്സമായി നിൽക്കുന്ന നിയമങ്ങളെ പരിഷ്കരിക്കുക. പ്രയാസമാർക്ക് അറിയാലോ, 18 വയസ്സ് പൂർത്തിയായ ആൺകുട്ടികളുണ്ടെങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ കിട്ടുമായിരുന്നോ? ആ നിയമം ജനസമ്പർക്ക പരിപാടിക്ക് ശേഷം മാറ്റി കൊണ്ടുവന്നതാരാ? ഉമ്മൻചാണ്ടി. അങ്ങനെ ഒരു പുതിയ നിയമനിർമ്മാണം നടത്താൻ, ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു സിംഗിൾ നിയമനിർമ്മാണം നടത്താൻ ഈ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞോ?
മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ, യാത്ര കഴിഞ്ഞല്ലേ ഉള്ളൂ, യാത്ര കഴിഞ്ഞ് അസംബ്ലി ചേരുമ്പോൾ നിയമനിർമ്മാണത്തെ കുറിച്ച് ആലോചിച്ചാൽ പോരെ? അല്ലല്ലോ അതൊരു കാര്യം. CPM-ന്റെ വക്താവായി നിങ്ങളങ്ങ് സംസാരിക്കുക. അല്ല, ഞാൻ ചോദിക്കുകയാണ്, അല്ല ഈ നിയമനിർമ്മാണം ഈ ക്ഷണിതാക്കളുമായുള്ള സംസാരത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ആശയങ്ങളല്ലേ നടപ്പാക്കാന്ന് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞു തീരട്ടെ, എന്നിട്ട് നിങ്ങൾ ചോദിച്ചോ ചോദ്യം, ജനങ്ങൾ കേൾക്കട്ടെ. ഈ വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിയാതെ നിരാശ്രയരായി നിൽക്കുന്ന പാവപ്പെട്ട സ്ത്രീകളുണ്ട്, അഗതികൾ. ആ അഗതികൾക്ക് പെൻഷൻ കൊടുക്കാൻ ഈ ജനസമ്പർക്ക പരിപാടിയിൽ കിട്ടിയ അപേക്ഷകളിൽ നിന്നാണ് ഉമ്മൻചാണ്ടി തീരുമാനമെടുത്തത്. ശ്രുതി തരംഗം പദ്ധതി, കോക്ലിയർ ഇംപ്ലാന്റേഷൻ പ്രോഗ്രാം ജനസമ്പർക്ക പരിപാടിയുടെ റിസൾട്ടാണ്. ഇവരുടെ ഇത്രയും ദിവസത്തെ യാത്രയിൽ ആദ്യത്തെ ദിവസം നിവേദനം കിട്ടിയ കാസർഗോഡ് ജില്ലയിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? പ്രകാശ് മാഷ് പറയട്ടെ, ഈ ചർച്ച പറയട്ടെ, CPM-ന്റെ പ്രതിനിധി പറയട്ടെ. കാസർഗോഡ് ജില്ലയിൽ കിട്ടിയ നിവേദനങ്ങളിൽ ഞങ്ങൾ പരിഷ്കരിച്ച ഒരു നിയമം, ഞങ്ങൾ ഇറക്കിയ ഒരു ഉത്തരവ്, ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിഗത ആനുകൂല്യം, അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത ഏതെങ്കിലും കാര്യം നടത്തിക്കൊടുത്തതിനെ കുറിച്ച് പറയട്ടെ. വിവരാവകാശ നിയമപ്രകാരം കൊടുത്തതിൽ കിട്ടിയ മറുപടി ഞങ്ങളുടെയിലുണ്ട്. ഒന്നും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പരിപാടിയാണ്, CPM-ന്റെ പരിപാടിയാണ്, CPM-ന്റെ പാർട്ടി പരിപാടിയായിട്ടാണ് അത് നടത്തിയത്. അതുകൊണ്ടാണ് പോലീസിന് പകരം DYFI-കാരെ ഉപയോഗിച്ച് ഇവിടെ അക്രമം നടത്താൻ ഇവർ നേതൃത്വം നൽകിയത്. ഈ അക്രമ താണ്ഡവം അഹങ്കാരമാണ്. ഈ അഹങ്കാരം കേരള മണ്ണിൽ വിലപ്പോവില്ല എന്ന് വരും ദിവസങ്ങളിൽ ശ്രീ പിണറായി വിജയൻ ബോധ്യപ്പെടും. പിന്നെ ജനങ്ങൾ ആരോടൊപ്പമാണ്? ജനങ്ങൾ ഇവരോടൊപ്പം അല്ലാന്ന് ഞാൻ പറയുന്നു. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? ഈ കഴിഞ്ഞ ഈ ഗവൺമെന്റ്, രണ്ടാമത്തെ LDF ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇവർക്ക് ഭൂരിപക്ഷം കൊടുത്താണല്ലോ, ഇവർക്കായിരുന്നല്ലോ LDF എന്നായിരുന്നല്ലോ ഭൂരിപക്ഷം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ, നഗരസഭകളിൽ. എന്തുകൊണ്ട് ഇവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു? ജനങ്ങളുടെ അഭിപ്രായം അറിയുന്ന അവിടെയാണ്. അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടായെങ്കിൽ അതിനർത്ഥം തെരഞ്ഞെടുപ്പിലും സമരത്തിലും പ്രതിഷേധത്തിലും അടങ്ങാത്ത പകയുമായി ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങളുണ്ട് എന്നതിന്റെ സാക്ഷ്യമാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം പോലും എന്ന് CPM-ന്റെ പ്രതിനിധി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. തന്നെ തീരുമ്പോൾ സംശയം വരാനുള്ള ഒരു കാരണം ഇവിടെ അനിൽ ബോസ് ചൂണ്ടിക്കാട്ടിയ തോമസ് ചാഴികാടനെ മുഖ്യമന്ത്രി തിരുത്തിയതാണ് ഒരു പൊതുവേദിയിൽ. റബ്ബർ വിലയെക്കുറിച്ച് സ്വാഭാവികമായും കോട്ടയം ജില്ലയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ ഒരു MP ആ സദസ്സിൽ സൂചിപ്പിച്ചപ്പോൾ ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം ഇതല്ല എന്ന് മുഖ്യമന്ത്രി തിരുത്തുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്താണ്? അങ്ങനെ ഒരു ജനങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അത് ഈ ക്ഷണിതാക്കളിൽ നിന്നാണോ അതല്ല ജനക്കൂട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന പരാതിയിൽ നിന്നാണോ? ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണ്. മിക്കവാറും എല്ലാ മാസവും ഒരു തവണയെങ്കിലും വീട്ടിൽ പോകാത്ത ഒരു സന്ദർഭം ഞങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവിടെ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാരും മാധ്യമങ്ങളൊന്നും പറയുന്നത് കേട്ടിട്ട് മനസ്സിലാക്കേണ്ട യാതൊരു സ്ഥിതി ഞങ്ങളെ സംബന്ധിച്ചില്ല. പിന്നെ കേരളത്തിലെ ജനങ്ങന്മാരെല്ലാം പൊട്ടന്മാരാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ കഴിഞ്ഞ രണ്ടാമത് വീണ്ടും പിണറായിയുടെ ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയാൻ തുടങ്ങിയാൽ എന്താണ് പേര് പറയുക? കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളി, അതുപോലെ സർക്കാർ ജീവനക്കാരൻ, അതുപോലെ തന്നെ മറ്റ് കുടുംബശ്രീക്കാർ, അവരെല്ലാം ഭീഷണിക്ക് വഴങ്ങുന്നവരാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അത് കോൺഗ്രസിന് ഔദ്യോഗിക അഭിപ്രായമാണോ? മലയാളി അത്രമാത്രം ആത്മധൈര്യം ഇല്ലാത്തവരാണോ ഭീഷണിപ്പെടുത്തിയിട്ട് പരിപാടികൾക്ക് ആളുകൾ പങ്കെടുപ്പിക്കാൻ? നിങ്ങൾക്ക് ബേജാറുണ്ടാവും. കാരണം നിങ്ങൾ നടത്തുന്ന പരിപാടി നിങ്ങൾക്കും ഗവൺമെൻറ് ഉണ്ടായാലും 5 കൊല്ലം 5 കൊല്ലം എന്ത് നടന്നു എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും കാണാൻ വേണ്ടി കഴിയുന്ന കാര്യമാണല്ലോ. ആ കാലത്തൊന്നും ഉണ്ടാവാത്ത രൂപത്തിൽ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനോട് ആഭിമുഖ്യം കാണിക്കുന്നു. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, പിന്നെ MP-മാർ, ഇവിടെ MP-മാരുടെ യോഗം വിളിച്ചു ചേർത്ത് കേന്ദ്ര ഗവൺമെൻറ് നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരൊറ്റ MP ഒപ്പിട്ടോ? 18 ആളുകളുണ്ടല്ലോ ഇവിടെ. കേരളത്തിൽ ഇത്ര ഗൗരവമാന്തരക്ക് സാമ്പത്തികമായിട്ട് ഞെരുക്കുമ്പോൾ, കേരളത്തിലെ പദ്ധതികൾ നിഷേധിക്കുമ്പോൾ, കേരളത്തോട് ശത്രുതാപരമായി പെരുമാറുമ്പോൾ ഓരോ നാവ് അനക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഈ കേരളത്തിലുള്ള 18 MP-മാർ ഉണ്ടായിരുന്നവർക്ക് പറയാൻ കഴിയുക? അത് ഉൾപ്പെടെ പറയുന്നത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. പിന്നെ കേന്ദ്രം റബ്ബറിൻ്റെ വിലക്ക് തകർച്ചക്ക് എന്താ വിഷയം? ഈ കോൺഗ്രസ്സുകാർ നടപ്പിലാക്കിയിരിക്കുന്ന ആസിയൻ കരാറോടല്ലേ റബ്ബറിൻ്റെ വില കുറഞ്ഞത്? കേന്ദ്രം കേരളത്തിൽ ഈ റബ്ബറിനോട് കാണിക്കുന്ന നിലപാടെന്താ? ആസിയാൻ കരാർ ഒപ്പിട്ടതിന് ശേഷം 2016-ലെ LDF-ന്റെ പ്രകടനപത്രികയിൽ ഒരു കാര്യമാണ് റബ്ബർ താങ്ങുവില പ്രഖ്യാപിക്കുമെന്ന്. ആസിയാൻ കരാർക്ക് ഒപ്പിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം 2016-ൽ നടന്ന LDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനപത്രികയിലെ വാഗ്ദാനമാണ്. റബ്ബറിന്റെ വിഷയം പറയുമ്പോൾ അതെന്ന് ഞാൻ പറഞ്ഞല്ലോ. റബ്ബറിന്റെ വിഷയം പറയുമ്പോൾ 250 രൂപ കേരളത്തിലെ LDF-ന്റെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച കൊടുക്കണം എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ ആദ്യം പറയേണ്ട കാര്യം, ഇത് 120 രൂപയും 220 രൂപയും 250 രൂപയൊക്കെ ആയിട്ട് കുറഞ്ഞു, 120 150 കുറഞ്ഞു പോയത് കേന്ദ്ര ഗവൺമെൻറ് കെടുകാര്യസ്ഥകൊണ്ടാണ്. റബ്ബറിനെ ഒരു വാണിജ്യ വിളയായിട്ട് അംഗീകരിക്കാൻ കേന്ദ്ര സേനത്തല്ല, അതൊരു വ്യാവസായിക ഉൽപ്പന്നമായിട്ട് അംഗീകരിക്കുകയാണ്.
അതല്ലേ റബ്ബറിന് ആനുകൂല്യം കൊടുക്കാത്തത്? ഒരാനുകൂല്യം കേന്ദ്രം കൊടുക്കുന്നില്ലല്ലോ. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ലേ 170 രൂപ കൊടുക്കുന്നുള്ളൂ, പറയണ്ടേ? ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും റബ്ബർ 170 കൊടുക്കുന്നില്ല. കേരള ഗവൺമെന്റ് 170 കൊടുക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്ലസ് പോയിന്റ് പറയണ്ടേ? മൈനസ് പോയിന്റ് അല്ലല്ലോ പറയേണ്ടത്. ഇത് പ്ലസ് പോയിന്റ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒന്നല്ലേ ഗവൺമെന്റ് ഈ പരിപാടി? അപ്പോൾ അതൊക്കെ ചൂണ്ടിക്കാണിച്ച് എന്തോ ഒരു വലിയ ഒരു തകരാറുണ്ടായിരിക്കുന്നു എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ആൾ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന്. പിന്നെ ഇത് എവിടെ നിന്നാണ് ഈ കസേരയിൽ വെച്ച് നോക്കിയിട്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ച് നടന്നത്? കണക്കുമ്പോൾ നിങ്ങൾ പറയും എത്ര ലക്ഷങ്ങളാണ് ഈ പരിപാടി പങ്കെടുത്തതെന്ന് ഞങ്ങൾ പറയും. കോൺഗ്രസിനെ കണ്ണു തള്ളിപ്പോവും. കോൺഗ്രസ് 10 കൊല്ലക്കാലം ഭരിച്ചാൽ അവർക്ക് ഈ പരിപാടി നടത്താൻ വേണ്ടി കഴിയില്ല. കാരണം ഇത് ജനങ്ങൾ അവർ നടത്തുന്ന ഒരു പരിപാടിയാണ്. അത് അലങ്കോലപ്പെടുത്താൻ 4, 10, 5 ആളുകൾ പോയിട്ട് അവിടെ പോലീസിനെ ആക്രമിക്കുക, അതുപോലെ അവിടെ പിന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അതിനെപ്പറ്റി ചർച്ച ചെയ്യുക. പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭയങ്കര തൽപരനാണല്ലോ. ഒരുപാട് നിയമങ്ങൾ മാറ്റി ജനങ്ങൾക്കെല്ലാം പാലും തേനും ഒഴുക്കി. പക്ഷേ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ജനങ്ങൾ കൈവിട്ടു. നീ ഭരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്താ ജനങ്ങളുടെ ബോധ്യം? അതുകൊണ്ടാണല്ലോ ഈ കേരളത്തിലെ ചരിത്രത്തിൽ ഭരിച്ച ഒരു ഗവൺമെൻറ് രണ്ടാമത് തിരിച്ചു വന്ന ചരിത്രമില്ല കേരളത്തിൽ. ആ ചരിത്രമുണ്ടാക്കിയ ഏക മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയനാണ്. നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും, നിങ്ങളൊരു ഗവൺമെൻറ് അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. എന്നിട്ട് ഇവിടെ ഇപ്പോൾ പിന്നെ ഈ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ പറയാൻ പാടില്ല, അത് ജനങ്ങളോട് പറയാൻ പാടില്ല, ഞങ്ങൾ എതിർക്കുമെന്നാണ്. അത് നിങ്ങൾ വിചാരണ സദസ്സ് നടത്തിക്കോ. അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ? അവിടെ ആരെങ്കിലും ആളുണ്ടോ? ഏതൊരു സ്ഥലത്ത്? കണ്ണൂരിലെ പരിപാടി ഞാൻ കണ്ടതാണ്. എവിടെയാ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ സദസ്സിൻ്റെ ഒരു 1001 പേര് ഏത് പരിപാടി പങ്കെടുത്തു? നിങ്ങളുടെ മണ്ഡലത്തിലെ പരിപാടിയിൽ. അവിടെ നിങ്ങളുടെ പ്രയാസം സ്വാഭാവികമാണ്. നിങ്ങൾ മൂക്കു മുറിച്ച് ശകുനം മുടക്കാൻ, ഈ നവകേരള സദസ്സിനെ മാറ്റി കുറയ്ക്കാൻ നിങ്ങൾ ഒരു പറ്റം ആളുകൾ വിട്ട് കുഴപ്പമുണ്ടാക്കുകയാണ്. പക്ഷേ പോലീസ് തികഞ്ഞ സമയം പാലിക്കുന്നു. നിങ്ങളുടെ കാലത്തെ പോലെ ലാത്തി ചാർജില്ല, വെടിവെപ്പില്ല, ആൾ കൊല്ലപ്പെടുന്നില്ല. നിങ്ങൾക്ക് ഒരു രക്തസാക്ഷിയെ കിട്ടണം. എന്നിട്ട് വേണം നിങ്ങൾക്ക് ഇവിടെ രക്തസാക്ഷികളുണ്ടായി, ക്രമസമാധാനം പൊളിഞ്ഞു, ഈ ഗവൺമെൻറ് പിരിച്ചുവിടണമെന്നെല്ലാം പറയാൻ. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ആ പരിപ്പൊന്നും കേരളത്തിലെ വെള്ളത്തിൽ വീഴില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് തിരിച്ചറിയാം. ഇത് ചരിത്രം രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കേരളത്തിലെ ജനാധിപത്യ പ്രവർത്തനത്തിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു അധ്യായമായിട്ടാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷ സംശയമില്ല. ഞങ്ങളൊക്കെ 1/2 നൂറ്റാണ്ട് കാലമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇന്ന് വരെ ഇത്ര ആവേശത്തോടെ ഇത്ര 10,000-കണക്കിന് ആളുകൾ ഒരു പരിപാടിക്കകത്ത് ഒഴുകിയെത്തിയ ഒരു സംഭവം ഞങ്ങൾ കണ്ടിട്ടേയില്ല. ഞങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞു പോയല്ലോ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വരാനും കഴിയില്ല. ഒരാൾ പങ്കെടുക്കാൻ പാടില്ല നിങ്ങൾ പറഞ്ഞു. മാത്രമല്ല മുഖ്യമന്ത്രിയോട് ചായ കുടിച്ചാൽ പുറത്താക്കും പറഞ്ഞല്ലേ. കോൺഗ്രസിൻ്റെ KPCC നേതാക്കന്മാരും അതുപോലെ അസനൊക്കെ പറഞ്ഞല്ലേ. നാണക്കേടെ നിന്റെ പേരോ കോൺഗ്രസ് എന്ന്. പ്രതിപക്ഷം ചെയ്യേണ്ട ഗവൺമെൻറ് എതിർക്കുന്നതിൽ ആരെ ഇപ്പോൾ എതിർക്കുന്നത്? നിങ്ങൾ എതിർക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ നടത്തുന്ന ആരാ എതിര്? നിങ്ങൾ നടത്തുക. പ്രത്യേകമായിട്ട് വിചാരണ സദസ്സ് നടത്തുന്ന ആരാ എതിര്? നടത്തണം. പക്ഷേ LDFിൻ്റെ പരിപാടി കടന്ന് അവിടെ കുഴപ്പമുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അവിടെ പങ്കെടുക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും LDFിന്റെ പരിപാടിയല്ല പ്രകാശ് മാസ്റ്റർ. ആദ്യം അന്ന് തന്നെ 2 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. CPM പരിപാടി നടത്താൻ പറ്റും, കോൺഗ്രസിന് പറ്റില്ല. LDFിന്റെ പരിപാടിയോ നിങ്ങൾ പ്രശ്നം? അത് LDFിന്റെ പരിപാടിയോ CPMന്റെ പരിപാടിയല്ല, സർക്കാർ പരിപാടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാണ്. അവിടെ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനകൾക്കോ പാടില്ല. അവിടെ ലഘുലേഖ വിതരണം ചെയ്തവരെ തല്ലും, അവർക്കെതിരെ പോലീസ് കേസെടുക്കും എന്നൊക്കെ പറയുമ്പോഴാണ് ഈ പ്രശ്നം. ആ പരിപാടിക്കകത്ത് വന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു പൊതുപരിപാടിക്കകത്ത് വന്നിട്ട് അവിടെയുള്ള ആളുകളെ ആക്രമിക്കാനും അവിടെ കുഴപ്പമുണ്ടാക്കാനും ബോധപൂർവ്വം വന്നാൽ അവരെ ജനങ്ങൾ എന്താ ചെയ്യുക? പോലീസ് നിൽക്കട്ടെ. എന്താ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾ എന്താ ചെയ്യുക? ഇപ്പം നിങ്ങളുടെ ഒരു സമ്മേളനം നടക്കുന്നു വെക്കുക, നിങ്ങളുടെ പത്രക്കാരുടെ സമ്മേളനം, അവിടെ ഞങ്ങൾ വന്നിട്ട് നിങ്ങൾക്കെതിരായിട്ട് നോട്ടീസ് നൽകുന്നു. ഇതൊരു സംഘടനയുടെ പരിപാടിയല്ല. നിങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ അത് എളുപ്പം വിളിച്ചു പറയുന്നത്. ഇതൊരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനമൊന്നും അല്ല. ഇത് സർക്കാർ സംഘടിപ്പിക്കുന്ന നമ്മുടെ പൊതു പണം ഉപയോഗിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ചിത്രം എന്താ അറിയോ? പോലീസുകാരനെ കോൺഗ്രസ്സുകാർ തല്ലുന്ന ചിത്രമാണ് ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ മീഡിയക്കകത്ത്. കല്ലെറിയുന്ന പോലീസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. പോലീസ് ഇങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഇതാ പോലീസ് അത് കാണുന്നില്ല, നമ്മൾ കാണുകയല്ലേ. അവിടെ പ്രതിപക്ഷ താമസിക്കുമ്പോഴാണല്ലോ കല്ലേറ് തീരുമാനിച്ചു പോയതല്ലേ. മുളക് പൊടിക്കകത്ത് ഇങ്ങനെ ഈ നമ്മുടെ മുട്ടക്കകത്ത് മുളക് പൊടി ചാടിക്കയറില്ലല്ലോ, കയറ്റിന് പോയതല്ലേ. അവിടെയെല്ലാം ഉണ്ടയുമായിട്ട് പോയത് ഇവരല്ലേ. ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, സ്ത്രീകളും കുട്ടികളും പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഇങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോവുക. ഏതൊരു പരിപാടിയിലായാലും
പങ്കെടുക്കുന്ന ജനങ്ങളില്ലേ, അവരെ വെല്ലുവിളിക്കല്ലേ? നിങ്ങൾക്ക് പ്രതിഷേധമാകാം, നിങ്ങൾ പുറത്ത് വേറെ പ്രത്യേകമായിട്ട് നിങ്ങളുടെ സ്ഥലത്ത് കരിങ്കൊടി പ്രകടനം നടത്തുന്നു, നല്ല കാര്യം. നിങ്ങൾ വേറെ തന്നെ വിചാരണ സദസ്സ് നടത്തുന്നു, നല്ല കാര്യം. ജനങ്ങളോട് പ്രസംഗിക്കുന്നു, ഈ തെറ്റാണ്, നല്ല കാര്യം. അല്ലാതെ പരിപാടിക്കകത്ത് കടന്നിട്ട് അവിടെ കുഴപ്പമുണ്ടാക്കിയാൽ അത് പരിപാടി വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കും. സ്വാഭാവികമല്ലേ അത്? പരിപാടി വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് പ്രശ്നമുണ്ടാക്കും. ഗവൺമെൻറ് അനുകൂലമായി നിൽക്കുന്ന ആളുകളാണല്ലോ പരിപാടി പങ്കെടുക്കുന്നത്, അവർക്ക് പ്രയാസം ഉണ്ടാവും. അവർക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. 50,000 പേര് ഈ 5 പേരുടെ കോപ്രായം സഹിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? ശരി. പിന്നെ അക്രമമുണ്ടായ എല്ലാ സ്ഥലത്തും കേസെടുത്തിട്ടുണ്ട്, ഒരൊറ്റ സ്ഥലം ഒഴിയാതെ. ശരി, ശ്രീ അനിൽ ബോസ്, നിങ്ങളുടെ പ്രവർത്തകർ തല്ലുകൊണ്ടിട്ടുണ്ട്, അത് പോലീസിന്റെ തല്ലുകൊണ്ടിട്ടുണ്ട്, CPM കാരൻ്റെ തല്ലുകൊണ്ട്, നിങ്ങൾക്ക് പരാതിയുണ്ട്. ഈ നവകേരള യാത്രയുടെ അവസാന സമയമായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു തല്ലും എന്ന് തീരുമാനിച്ചതെന്തുകൊണ്ടാണ്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം പൊട്ടന്മാരാണെന്ന് വിചാരിച്ച CPM പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ചോദിച്ചല്ലോ, 250 രൂപ CPM-ന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് തോമസ് ചാഴികാടൻ അവതരിപ്പിച്ചപ്പോൾ എന്താണ് നിലപാട്? അദ്ദേഹം ഉരുളുന്നത് നിങ്ങൾ കണ്ടില്ലേ? കണ്ടില്ലേ? നമ്മൾ നേർക്കുനേർ ചോദിക്കുന്ന ഏതെങ്കിലും ചോദ്യത്തിന് ഒരു ഉത്തരം പറയുന്നുണ്ടോ? അദ്ദേഹം പറയാണ് ഒരു അസംബ്ലി മണ്ഡലത്തിൽ 50,000 പേർ പങ്കെടുത്തു. ഏത് ലോകത്താണ് ഇയാളെപ്പോലുള്ള ആളുകൾ ജീവിക്കുന്നത്? ഒരു അസംബ്ലി മണ്ഡലത്തിൽ 50,000 വോട്ട് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി, UDF ആകട്ടെ LDF ആകട്ടെ, 50,000 വോട്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ മേടിക്കുന്നത് എത്ര സ്ഥാനാർത്ഥികളുണ്ട്? 40,000, 45,000, 37,000, 42,000, അങ്ങേയറ്റം 55,000, 60,000. ഈ ക്രമത്തിൽ വളരെ റെയർ ആളുകളാണ് 50,000-ന് മേളിലോട്ട് പോകുന്നത്. ഒരു വലിയ ശക്തിയുക്തമുള്ളൊരു മത്സരത്തിൽ പോലും 50,000 വോട്ട് ഒരു പാർട്ടിക്ക് സമാഹരിക്കാൻ പാടുള്ള സംസ്ഥാനത്ത്, LDF ആവട്ടെ UDF ആകട്ടെ, പാടുള്ളൊരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും 20 കുഷ്മാണ്ഡന്മാരും കൂടി ചെന്നപ്പോഴത്തേക്ക് അവിടെ 50,000 പേര് കൂടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാം പൊട്ടന്മാരാണോ? അങ്ങനെ ഇവങ്ങളുടെ കൂടാൻ പറ്റും? അങ്ങനെ കൂടാൻ പറ്റും? എൻ്റെ നിയോജക മണ്ഡലത്തിൽ കുട്ടനാട്ടിൽ ആകെ 1000 പേര് പോലും ഇരിക്കാൻ പറ്റുന്ന ഒരു സദസ്സല്ല നെടുമുടിയിൽ പണിതുയർത്തിയത്. അമ്പലപ്പുഴയിൽ ഒരു പ്രശ്നമുണ്ട്. 50,000 വോട്ട് ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു സ്ഥാനത്ത് നേടുക എന്നുള്ള അത്ഭുതമല്ല. ശൈലജ ടീച്ചറുടെ ഭൂരിപക്ഷം തന്നെ അങ്ങനല്ല. ഇവിടെ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ആകെ 1.25 ലക്ഷം വോട്ട് ആണ് പോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ 1.40 മാക്സിമം വോട്ട് പോൾ ചെയ്യുന്നത് 1.50 താഴെയാണ്. നിങ്ങൾ എടുത്തു നോക്കിക്കോ. ആ 1.50 താഴെ സ്വതന്ത്രന്മാരും BJP-യും കോൺഗ്രസും CPM മുന്നണികളും വേറെ വോട്ട് പിടിക്കുകയാണ്. ആ വോട്ട് പിടിക്കുമ്പോൾ എത്ര വോട്ട് കിട്ടും? CPM 10,000, BJP 10,000 വോട്ടും കൊണ്ട് പോകുന്നുണ്ട് ശരാശരി ഏത് മണ്ഡലത്തിലും, മനസ്സിലായില്ലേ? പിന്നെ സ്വതന്ത്രന്മാർ 10,000 വോട്ടും കൊണ്ട് പോകുന്നുണ്ട്. ഇതും കഴിഞ്ഞ് വരുന്ന വോട്ടിലാണ് LDF UDF മത്സരം നടക്കുന്നത്. നിങ്ങൾ എടുത്തു നോക്കിക്കോ. വളരെ ചുരുക്കം മണ്ഡലത്തിലാണ് 50,000-ന് മുകളിലേക്ക് വോട്ട് സമാഹരിക്കുന്ന LDF ആയാലും UDF ആയാലും. നിങ്ങളത് എടുത്തു നോക്കിക്കോ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. അപ്പോൾ അത്രയും വലിയ പ്രമാദമായി നേർക്കുനേർ പോരാട്ടം നടക്കുന്ന സ്ഥലത്ത് പോലും 50,000 വോട്ട് അല്ലെങ്കിൽ 40,000 വോട്ട് ഒരു മുന്നണിക്ക് സമാഹരിക്കാൻ പാടുള്ള സമയത്ത് അപ്പോൾ പോലും ഒരു 2,000 പേര് 2,500 പേരാണ് ഒരു മണ്ഡലത്തിൽ കൂടുക. LDF-ന്റെ കൺവെൻഷൻ ആയാലും UDF-ന്റെ കൺവെൻഷൻ ആയാലും. അങ്ങനെ കൂടുന്നിടത്ത് നമുക്ക് പറയാം 10,000 പേര് പങ്കെടുത്തു, 5,000 പേര് പങ്കെടുത്തു. മറൈൻ ഡ്രൈവിൽ 35,000 പേർക്ക് ആകെ ഇരിക്കാൻ സ്പേസ് ഉള്ളൂ. അവിടെ 5 ലക്ഷം പേരുടെ പ്രകടനം നടത്തിയെന്ന CPM പറയുന്നത്, കോൺഗ്രസ് പറയുന്നത്. പല ആളുകളും അങ്ങനെ പത്രങ്ങൾ എഴുതുന്നുണ്ട്. 5 ലക്ഷം പേരുടെ പ്രകടനം, അവിടെ 35,000 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. 1 ലക്ഷം പേര് വന്നാൽ എറണാകുളം നഗരം സ്തംഭിക്കുമെന്ന് അത് നിങ്ങൾ മനസ്സിലാക്കൂ. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ എത്ര പേർക്ക് ഇരിക്കാൻ കഴിയും? ഒരാൾക്ക് ഇരിക്കണമെങ്കിൽ 3 സ്ക്വയർ ഫീറ്റ് വേണമെന്ന്, മനസ്സിലായില്ലേ? അപ്പോൾ അത് വെച്ച് കണക്കൂട്ടിക്ക് ഒരു കസേരയാകുമ്പോൾ അതിൽ കൂടുതൽ വേണം. അപ്പോൾ ചുമ്മാ വർത്താനം പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ? 10,000-2,000 പേരെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരുത്തിയിട്ട് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഞങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ ജനമില്ല നിങ്ങളുടെ കൂടെ. ജനം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ത്രിതല പഞ്ചായത്തുകളിൽ ഏറ്റവും ഗ്രൗണ്ടിലെ ആളുകൾ വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ജയിക്കണമായിരുന്നു. നിങ്ങൾക്ക് മഹാഭൂരിപക്ഷം കിട്ടണമായിരുന്നു. നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ചോദ്യം, ഈ നവകേരള സദസ്സിൻ്റെ റിസൾട്ട് എന്താണ്? എത്ര വ്യക്തികൾക്ക് നിങ്ങൾ ഇന്നലെ വരെ കിട്ടാത്ത ആനുകൂല്യം നിങ്ങളുടെ ഇടപെടലിൽ കൊടുത്തു? കാസർഗോഡ് ജില്ലയിൽ എത്ര കൊടുത്തു? ബാക്കിയൊക്കെ നിൽക്കട്ടെ. കാസർഗോഡ് ജില്ലയിൽ 36 ദിവസം മുമ്പ് തുടങ്ങിയ കാസർഗോഡ് ജില്ലയിൽ കൊടുത്തു. ഒരാളുടെ പേര് പറയാൻ ഞാൻ പറഞ്ഞല്ലോ. പറയാൻ ഇവർക്ക് കഴിയുമോ? ഇത്രയും ദിവസത്തിനകം ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഇവരിടക്കിയ ഒരു സർക്കാർ ഉത്തരവ് ഇവർ ബോധ്യപ്പെടുത്തട്ടെ. 6 മാസം മുമ്പല്ലേ കേരളം മുഴുവൻ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ താലൂക്കുകളിൽ പോയി മന്ത്രിമാർ അദാലത്ത് നടത്തിയത്? 50,000 മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള അപേക്ഷകൾ ഇവർക്ക് കിട്ടിയില്ലേ? അതിലെത്രണ്ണം തീർപ്പാക്കി? നിങ്ങൾ പറ, ഞങ്ങൾ കേൾക്കട്ടെ, ജനങ്ങൾ കേൾക്കട്ടെ. നിങ്ങൾ നടത്തിയ അദാലത്തിൽ നിങ്ങൾ സ്വീകരിച്ച 1 ലക്ഷത്തോളം വരുന്ന അപേക്ഷകളിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ നിങ്ങളുടെ മന്ത്രിമാർ നടത്തിയ അദാലത്തിൽ കെട്ടുകണക്കിന് അപേക്ഷകളിൽ എത്രണ്ണം നിങ്ങൾ തീരുമാനിച്ചു?
അതിനുശേഷമല്ലേ നവകേരള സദസ്സിൻ്റെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാമെന്ന്. അതിലെത്ര സ്വീകരിച്ചു, അതിലെത്ര നടപടി സ്വീകരിച്ചു? ഒരു ചുക്കും ചുണ്ടാമും ചെയ്തില്ല. കഴിഞ്ഞ 40 ദിവസമായി കേരളത്തിൽ ഭരണസ്തംഭനമാണ്. ഇവർ പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ. കേന്ദ്ര സർക്കാരിനെതിരെ UDFന്റെ പാർലമെന്റ് അംഗങ്ങൾ, വിശിഷ്യ എൻ കെ പ്രേമേന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ചല്ലോ, കേന്ദ്ര സഹായം നിഷേധിക്കുന്നതിന്റെ കാരണം എന്താണ്? കേരള സംസ്ഥാനത്തിന് എന്താ ഗവൺമെന്റ് മറുപടി? സമയത്ത് കണക്ക് കൊടുക്കേണ്ടവൻ കണക്ക് കൊടുക്കണം, വരവ് ചെലവ് കാണിക്കേണ്ടവൻ കാണിക്കണം, മേടിച്ച പണം വിനിയോഗിക്കണം. ആ വിനിയോഗിക്കുന്നതിൽ കെടുകാര്യസ്ഥത കാണിച്ച് പാർട്ടിക്കും സ്വകാര്യ താല്പര്യത്തിനും സ്വന്തം കുടുംബത്തിനും പണമുണ്ടാക്കാനുള്ള അവസരമായി അധികാരം വിനിയോഗിക്കുമ്പോൾ ആ ഗവൺമെന്റിനെ എല്ലാവരും പുച്ഛിക്കും, എല്ലാവരും തള്ളും, ആ ഗവൺമെന്റിനെതിരെ പ്രതിഷേധമുണ്ടാകും. ഇത് കെടുകാര്യസ്ഥതയുടെ പര്യായമാണ് ഈ സർക്കാർ. അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കും. അടിച്ചമർത്താനാണ് ഭാവമെങ്കിൽ അതിനെ അതേ നാണയത്തിൽ നേരിടാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം, UDF തീരുമാനം. പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുക എന്നൊരു പോളിസി BJPക്കും കേന്ദ്ര സർക്കാരിനും ഇല്ല എന്നാണ് അനിൽ ബോസിന്റെ വാദം. ഇത് BJPയുടെ കൂടി വാദമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷത്തിരിക്കുന്ന സർക്കാരുകളാവട്ടെ, ഭരണപക്ഷത്തിരിക്കുന്ന സർക്കാരുകളാകട്ടെ, വരവ് ചെലവ് കണക്കുകൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തണം. സമയബന്ധമായി നടപ്പിലാക്കേണ്ട പ്രോജക്റ്റുകൾ പൂർത്തിയാക്കണം. ആ പൂർത്തിയാക്കുന്നതിന് പകരം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, ഈ ചർച്ചയിൽ പറഞ്ഞെന്താ, ഞങ്ങളുടെ പരിപാടി, LDFന്റെ പരിപാടി. സർക്കാർ പണം ഉപയോഗിച്ച് LDFന്റെ പരിപാടി നടത്താൻ ഇവർക്കെന്ത് കാര്യം? LDFന്റെ പരിപാടി വേറെ നടത്തിക്കോണം, CPMന്റെ പരിപാടി വേറെ നടത്തിക്കോണം. ഇത് കേരളത്തിലെ ഞാനും നിങ്ങളും അടങ്ങുന്ന അജിംസ് അടക്കമുള്ള ആളുകൾ കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചും അനധികൃതമായി സർക്കാർ ഭരണയന്ത്രം ദുർവിനിയോഗം ചെയ്തുണ്ടാക്കുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി നടത്തുന്നത്. ഇവർ സമാധാനം പറയണം ഞങ്ങളോട്. അതല്ല CPMന്റെ പരിപാടിയാണ്, LDFന്റെ പരിപാടിയാണ് എന്നും പറഞ്ഞ് ഇങ്ങോട്ട് ചാർത്താൻ വന്നാൽ അതങ്ങ് പോയി പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറയും. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് വേണ്ട. എന്റെ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ തിരിച്ചു തല്ലും എന്ന് പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാണ്? സഹി കെട്ടിട്ട് ആളാമുറ്റിയാൽ ചേരയും കടിക്കും. അജിംസേ, ആളാമുറ്റിയാൽ ചേരയും കടിക്കും. പോയി പുറകോട്ട് പോകാൻ ഇനി സ്ഥലമില്ലാതെ വന്നാൽ തിരിച്ചടിക്കാൻ നിവൃത്തിയുണ്ടോ? എന്നും ഇവരുടെ അടിയും ആറ്റും കൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ കണ്ടില്ലേ, കായംകുളത്ത് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയായ 2 കാലും ഇല്ലാത്ത ഒരാളെ DYFI യൂണിഫോം ഇട്ട് വന്ന ഒരു തെരുവ് ഗുണ്ട ചവിട്ടുന്നത് കണ്ടില്ലേ? 2 കാലും ഇല്ലാത്ത ഒരാളെ. ഇവർക്ക് മനസാക്ഷിയുണ്ടോ? മര്യാദയുണ്ടോ? ഒരു യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയായ പിന്നെ അജികുമാർ എന്ന് പറയുന്ന 2 കാലുമില്ലാത്ത അംഗപരിമിതനായ ഒരാളെ DYFIയുടെ 4 കിട ഗുണ്ടകൾ ചവിട്ടുക എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ദുഷ്ടന്മാരല്ലേ? അജിംസേ, ദുഷ്ടന്മാരല്ലേ? മനസാക്ഷിയുള്ളൊരുത്തൻ ചെയ്ത പണിയാണോ അത്? മനസാക്ഷിയുള്ളൊരുത്തൻ എല്ലാ സ്ഥലത്തും പോയി ജനങ്ങളാണോ യൂണിഫോം ഇട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ കയ്യേറ്റം ചെയ്യാൻ വന്നത്? DYFIക്കാരനല്ലേ? സർക്കാരിന്റെ ചെലവിൽ, സർക്കാരിന്റെ ഒത്താശയോടെ. എന്താ ഇവന്മാർ ഓടി ഗവർണർ കരിങ്കൊടി കാണിക്കാൻ ചെന്നപ്പോൾ? ഈ 4 പരിപാടിയല്ലേ ഇവർ ഗവർണറുടെ മുൻപിൽ പോയത്? എന്താ കിലോമീറ്റർ വേഗത്തിൽ ഓടിയതുമാര്? എന്താ ഓടി? ഇവരുടെ പോലീസല്ലേ? നിങ്ങൾ കാണുന്നില്ലേ? 40 കേസിൽ പ്രതിയായ ഒരുത്തനെ പോലീസ് രാരിരാരോ വെച്ചോണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? SFIക്കാരി ഒരു പെൺകുട്ടിയെ മോളെ കരയല്ലേ എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്ന നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെയാണോ പ്രതിപക്ഷത്തെ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ള KSUക്കാരായിട്ടുള്ള കുട്ടികളോട് ഇവർ ചെയ്യുന്ന, ആണായാലും പെണ്ണായാലും കുട്ടികളോട് ഇവർ ചെയ്യുന്നത്? അങ്ങനെയാണോ ഇവർ ചെയ്യുന്നത്? പോലീസും DYFIക്കാരും ഒരുമിച്ച് നിന്നല്ലേ ഈ പ്രതിപക്ഷത്തെ നേരിടുന്നത്? ഇത് ജനാധിപത്യ മര്യാദയാണെന്നാണോ ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അത് അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണോ അജിംസ് പറയുന്നത്? ശരി, പ്രകാശ് മാസ്റ്റർ ചോദിച്ച പോലെ മുട്ടയ്ക്കകത്ത് മുളകോടി പ്രയോഗങ്ങൾ ചെയ്താണോ, അതൊക്കെ ഉള്ളതാണോ? അത് പ്രകാശ് മാസ്റ്ററുടെ പാർട്ടി ചെയ്ത പണിയാണ്. കയ്യിൽ ബോംബ് വെച്ചുണ്ടാക്കി മരിച്ച ആളുകളുള്ള പാർട്ടിയാ CPM. അവരുടെ പണിയല്ല ഞങ്ങളുടെ പണി. അവരുടെ പണിയല്ല ഞങ്ങളുടെ പണി. ഞങ്ങൾക്ക് ആ പണിയൊന്നുമില്ല. പ്രകാശ് മാസ്റ്റർ, ഒറ്റ കാര്യം, സമയം വളരെ കുറവുള്ളൂ, ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇവർ തിരിച്ചു തല്ലാൻ തുടങ്ങിയത് ഈ നവകേരള സദസ്സ് അവസാനിക്കുന്ന ദിവസങ്ങളിലാണ്. അതിനു മുമ്പ് അടി മേടിച്ചു കൂട്ടുകയായിരുന്നു അവർ. അത് മനസ്സിലാക്കണ്ട. അളമുട്ടിയാൽ പിന്നെ ചേരയും കടിക്കില്ലേ? അളമുട്ടിയാൽ ചേര കടിക്കുന്നുണ്ടല്ല, അവസാനത്തെ 2 ദിവസം 4 ആൾ തല്ലുകൊണ്ടിട്ട് ഇതിൻ്റെ അവസാനത്തെ മേന്മ ഇല്ലാതാക്കണം എന്ന തീരുമാനമാണ്, അല്ലാതെ അളമുട്ടിയോടൊന്നുമില്ല. പിന്നെ കോൺഗ്രസിൻ്റെ വീരശൂര പരാക്രമകാലത്തെ അതിജീവിച്ചവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ചരിത്രപതി മനുഷ്യനെ അനിൽ ബോസിനെ അറിയുമെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ പേര് മൊയാർത്ത് ശങ്കർ എന്നാണ്. കൊന്നത് കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾ മറന്നു പോയിട്ടൊന്നുമില്ല.
കേരളത്തിൽ ഒരൊറ്റ MLA മാത്രമേ വെടിവെച്ച് കൊന്നിട്ടുള്ളൂ. കൊന്നത് കോൺഗ്രസ്സുകാരാണ്. അത് ചരിത്രത്തോടല്ലോ. എന്നാൽ കോൺഗ്രസ് പഴയ കോൺഗ്രസ് ഒന്നും അല്ലെന്ന്, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതാപകാലത്തെ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുന്നുള്ളത് കേരളത്തെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ അനിൽ ബോസ് ഏത് മലമൂട്ടാണ് താമസിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയാം, നിങ്ങളെ ആളുകളുണ്ടാവുമല്ലോ, മട്ടന്നൂർ മണ്ഡലം, ധർമ്മട മണ്ഡലം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് 50,000-ലേറെ ആളുകൾ ഈ 2 മണ്ഡലത്തിന് പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ മണ്ഡലം അഴീക്കോട് 30,000 ആളുകൾ തലയെണ്ണി പങ്കെടുത്തിട്ടുള്ള പരിപാടിയിൽ. പിന്നെ ഇദ്ദേഹത്തിന് കോൺഗ്രസിലെ പരിപാടി കണ്ടിട്ട് അനുഭവം ഉണ്ടാവുള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന പരിപാടി കണ്ടിട്ട് അനുഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് ലക്ഷങ്ങൾ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമായിരിക്കും. കേരളത്തിൽ ഒരുപാട് മണ്ഡലങ്ങളിൽ 25,000, 30,000, 50,000 പേർ പങ്കെടുത്തിട്ടുണ്ട്. 2 മണ്ഡലത്തിൽ പേര് ഞാൻ പറഞ്ഞു. നിങ്ങൾ കോൺഗ്രസ് പ്രവർത്തകന്മാരോട് ചോദിക്കൂ, ഇവിടെയുള്ള മട്ടന്നൂരിലെയും അവർ ധർമ്മടത്തി, എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ BJPയുടെ B ടീമാണ്. BJPയുടെ ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്റെ ജനാധിപത്യ മര്യാദയാണത്. അനിൽ ബോസ് ഒരുപാട് വെല്ലുവിളിച്ചുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. അവിടെ നിങ്ങൾ ഒരു ചർച്ചക്കടയില് എന്ത് വർത്തമാനം പറഞ്ഞാലും പറയുന്നതിനും എനിക്ക് കുറവൊന്നുമില്ല. പക്ഷെ അനിൽ ബോസ് ഞാൻ പറയും, ഒരു മടിയില്ല. ശക്തമായി ഞാൻ ഒരു സംശയം വേണ്ട. ഞങ്ങൾ പ്രതികരിക്കും. പ്രകാശ് മാസ്റ്ററുടെ ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട. ശരി 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 ചർച്ച വഴിമാറി പോവുകയാണ്. വളരെ നന്ദി. എന്തായാലും നവകേരള യാത്രയിൽ എന്ത് കിട്ടി, ആ ഫീഡ്ബാക്ക് എന്താണെന്ന് സർക്കാർ വിലയിരുത്തട്ടെ. അതുകൊണ്ടുണ്ടായ രാഷ്ട്രീയ നേട്ടം CPM-ഉം LDF-ഉം വിലയിരുത്തട്ടെ. പക്ഷേ ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ട സമയം തന്നെയാണിത്. കാരണം പ്രതിഷേധങ്ങളോട് ഭരണകൂടം പുലർത്തുന്ന സമീപനം, ആ സമീപനം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. വളരെ നന്ദി ശ്രീ അനിൽ ബോസ്, ശ്രീ പ്രകാശ് മാസ്റ്റർ ഇത്രയും സംസാരിച്ചതിനിടെ.